മാറ്റിയല്ലോ, ശൂന്യതകൾ മാറ്റിയല്ലോ. എപ്പോഴും എന്നെ കാണുന്ന, എപ്പോഴും എന്നെ കാണുന്ന എല്ലോഹിയൻ സ്നേഹത്തോടിയേ, ഓ എപ്പോഴും എന്നെ കാണുന്ന എല്ലോഹിയൻ സ്നേഹത്തോടിയേ. കർത്താവിനെ സ്തുതിച്ചു. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമാണ് എൻ്റെ ദൈവമേ. ഈ വർഷം അവസാനിക്കുവാൻ ഏതാനും ചില ദിവസങ്ങൾക്ക് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? അപ്പോൾ ഇതുവരെ ഞങ്ങൾ എത്തിയത് ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ആമേൻ. നമ്മൾ തകർന്നു പോകാൻ, അവൻ ഉടഞ്ഞു പോകുവാൻ, നമ്മൾ ഇല്ലാതായി തീരുവാൻ പിശാച് എത്രയൊക്കെയോ തന്ത്രങ്ങൾ മെനഞ്ഞു. എന്നാൽ ഇന്നും നമ്മൾ ബലത്തോടെ നിൽക്കുന്ന, ഹല്ലേലൂയ, അത് നമ്മുടെ കഴിവാണോ? അല്ല, ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? സ്തുതിയൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. അങ്ങനെയെങ്കിൽ ചെയ്ത നന്മകളെ ഓർത്ത് ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ദൈവമാണ് നമ്മളെ നിർത്തിയത്. അങ്ങനെയെങ്കിൽ ചെയ്ത നന്മകളെ ഓർത്ത്, നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അമ്മയെപ്പോലെ താതൻ താലോലിച്ച് നമ്മളെ അണച്ചു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് ഇന്ന് രാത്രി രണ്ട് കരങ്ങളും ചേർത്തടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തുതിയൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ. ഹല്ലേലൂയ. സ്തുതികളിൽ ഉന്നതനേ, നാഥൻ
ആമേൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഒരുമിച്ച് ആത്മനിറവോടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ സ്തുതിപ്പാൻ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ലീഡ് ചെയ്യുന്ന ദൈവദാസിയെ ഏൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ മധ്യത്തിൽ രാത്രി അയച്ചിരിക്കുന്ന അഭിഷിക്തദാസിയെ ഏൽപ്പിക്കുന്നു. ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കണം. ഇന്നത്തെ മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. കർത്താവ് മറക്കാൻ കഴിയാത്തൊരു മീറ്റിംഗ് ആക്കി കർത്താവ് ഈ മീറ്റിങ്ങിനെ മാറ്റുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവസാന്നിധ്യ മീറ്റിങ്ങിൽ ചലിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഓരോരുത്തരും തൃക്കരകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി വ്യക്തിപരമായിട്ട് ഞങ്ങളോട് സംസാരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്നുവല്ലോ. ആവശ്യങ്ങളുടെ എല്ലാം മധ്യത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനും അങ്ങ് മാത്രമാണ്. ഇന്ന് രാത്രി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്തതോർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ആമേൻ. നമുക്ക് എത്ര നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ. ആമേൻ. ഈ 2025 ഹല്ലേലൂയ. ആമേൻ. 10 മാസക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. ആമേൻ. തിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹല്ലേലൂയ, ദൈവം ചെയ്തതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. ഹല്ലേലൂയ. കഴിവല്ല. ആമേൻ. കൃപയാ, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിനെ വീണ്ടും നമുക്ക് പാടി മഹത്വപ്പെടുത്താം. സ്തോത്രം. ആമേൻ. ഇത്രത്തോളം ഹല്ലേലൂയ പ്രിയ ചേച്ചി സിസ്റ്ററിന് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അല്പസമയത്തെ ഹല്ലേലൂയ ആമേൻ സാക്ഷ്യത്തിനായിട്ടും ദൈവവചനത്തിനായിട്ടും ആമേൻ സിസ്റ്റർ ബീന സന്തോഷ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ പ്രിയദാസിയെ നമ്മുടെ മധ്യത്തില് ദൈവം കൂട്ടി അയച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തന്റെ ജീവിതത്തില് കർത്താവ് ചെയ്ത അത്ഭുതങ്ങള് ഹല്ലേലൂയ, അടയാളങ്ങള് ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അത് ദേശങ്ങളോട് ഘോഷിപ്പാൻ തക്കോണം പ്രിയ സിസ്റ്ററിനെ ദൈവം എടുത്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. അല്പസമയം നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആമേൻ പ്രാർത്ഥിച്ച് പ്രിയ സിസ്റ്ററിന് സമയം കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. കർത്താവെ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, നിന്റെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവെ ആമേൻ ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനും കർത്താവെ ഹല്ലേലൂയ അല്പസമയം അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിനായി കർത്താവ് ചേച്ചി സിസ്റ്ററിനെ ദൈവം എടുത്തു കരങ്ങളിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ആമേൻ. കർത്താവെ, ഹല്ലേലൂയ. സാക്ഷ്യമായി ദൈവവചനവുമായി കർത്താവെ ഞങ്ങളുടെ മധ്യ ദൈവം അയച്ചിരിക്കുന്ന പ്രിയ സിസ്റ്ററിനെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നെറ്റ്വർക്കിനെ എല്ലാം ദൈവകരത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവെ, പ്രിയ സിസ്റ്ററിന്റെ സാക്ഷ്യം കർത്താവെ അത് ഞങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കോണം ഹല്ലേലൂയ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നത് പോലെ കർത്താവെ അനേക സാക്ഷ്യങ്ങൾ ഉളവാക്കുവാൻ തക്കോണം സിസ്റ്ററിനെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവെ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ബീന സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എനിക്ക് അറിയുന്ന സിസ്റ്ററാണ് പ്രിയ സിസ്റ്ററിന്റെ നമ്പർ തരികയും അങ്ങനെ കോണ്ടാക്ട് ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ചത്. ആമേൻ. ഹല്ലേലൂയ. പരിചയപ്പെട്ടപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ആമേൻ നാട്ടില് ആമേൻ ഓദ്രയിലായിരിക്കുന്നു സിസ്റ്റർ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്ററിലൂടെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങള് കുടുംബമായിട്ട് ആയിരിക്കുന്ന ദേശത്തിലെ കാര്യങ്ങളെല്ലാം ആമേൻ സിസ്റ്റർ പറയുമല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഓവർ ടു യു സിസ്റ്റർ. താങ്ക് യു. കേൾക്കാമല്ലോ സിസ്റ്ററെ? കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ വ്യത്യസ്തമായ സമയങ്ങളിലും വ്യത്യസ്തമായ ഹല്ലേലൂയ രാജ്യങ്ങളിലും, അതായത്
വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ മീറ്റിംഗ് അത് കേൾക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന, എനിക്ക് ഒത്തിരി പരിചയമില്ലെങ്കിലും എന്നെ വിളിക്കുമ്പോൾ തന്നെ ഒത്തിരി നാളുകൾ പരിചയമുള്ളത് പോലത്തെ ഒരു അനുഭവം പ്രിയ സിസ്റ്ററുമായിട്ട് എനിക്ക് തോന്നി. സ്തോത്രം. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയ ക്രിസ്തി സിസ്റ്ററിനും ഇതിനകത്തായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് സമയം വളരെ പരിമിതമാണല്ലോ, എങ്കിലും ഉള്ള സമയത്തിൽ എന്നെ ദൈവം നടത്തിയ, എന്നെ ദൈവം വിടുവിച്ച വിധങ്ങളും ദൈവവചനത്തിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ കുറച്ചു പേരുള്ളെങ്കിലും പ്രിയമുള്ളവരെ, ദൈവം എപ്പോഴും ആളിന്റെ പെരുപ്പത്തിലല്ല പ്രവർത്തിക്കുന്നത്, ആത്മാവിന്റെ ഒരുക്കത്തിലാണ്. വചനം പറയുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ തന്നെ എന്ന്. ചിലപ്പോ ഒരു വ്യക്തിയോടായിരിക്കും ദൈവത്തിന് സംസാരിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗത്തിൽ വളർന്നു വന്നത് ആകെ 3 പേരെ അന്ന് എന്റെ ചർച്ചിൽ ഉണ്ടായിരുന്നുള്ളൂ, ആന്റിമാര്. അതിന്റെ നടുവിൽ പ്രസംഗിച്ചാണ് ഇന്ന് ദൈവം എന്നെ ആമേൻ ഹല്ലേലൂയ ഒരു ശക്തയായ ശുശ്രൂഷക്കാരത്തിയാക്കി മാറ്റുവാൻ ഇടയായത്. നമ്മുടെ സിസ്റ്റർ ആള് കുറവാണെന്ന് പറയുമ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, 2 പേരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സിസ്റ്ററെ, പ്രസംഗിക്കും. 2 പേരാണെങ്കിലും സാക്ഷ്യം പറയും. കാരണം നമ്മൾ ഈ ചെയ്യുന്ന ശുശ്രൂഷ അത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. അത് നമ്മൾ ഒരിക്കലും ആളെ നോക്കിയോ പണം നോക്കിയോ ഒന്നും ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ല. ഹല്ലേലൂയ. ആത്മാക്കളെ വിടുതൽ നോക്കി ഏൽപ്പിച്ചവൻ ദൈവമാണെന്നുള്ള വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവമഹത്വം ചലിക്കുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രിയ ക്രിസ്തി സിസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും പേരെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുവാനും യാമങ്ങൾ അത് കണക്കാക്കി ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുവാനും അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ, കാരണം സമയം കുറവായത് കാരണം ഒത്തിരി ഞാൻ പറഞ്ഞ് ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെല്ലാം ചന്തവും ഉചിതമായി ചെയ്യും. അതുകൊണ്ട് സ്തോത്രം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കാം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. 17-ഉം 18-ഉം ഒന്ന് വായിച്ച ഒരാളൊന്ന് സഹായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ഉം 18-ഉം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. മതി, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതം പുല്ലിനു തുല്യം, പരലോകവാസമോ എത്ര ആനന്ദം. ഈ ലോക ജീവിതം പുല്ലിനു തുല്യം, പരലോകവാസമോ എത്ര ആനന്ദം. മിസ്രൈമിൻ നിക്ഷേപങ്ങൾ പിൻപിൽ തള്ളിടാ, ക്രിസ്തുവിൻ നിന്നയോ സമ്പത്താക്കിടാ. മിസ്രൈമിൻ നിക്ഷേപങ്ങൾ പിൻപിൽ തള്ളിടാ, ക്രിസ്തുവിൻ നിന്നയോ സമ്പത്താക്കിടാം. ആ സ്നേഹമേ എത്ര മാധുര്യം, ആ നാമമേ എത്ര ആനന്ദം. ആ സ്നേഹമേ എത്ര മാധുര്യം, ആ നാമമേ എത്ര ആനന്ദം. കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്നു. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ഹല്ലേലൂയ പല ദേശങ്ങൾ, പല സംസ്ഥാനങ്ങൾ, പല രാജ്യങ്ങൾ ആയിരുന്നു കൊണ്ട് അങ്ങയുടെ നാമത്തിൽ കൂടി വന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഈ ജനത്തിനോട് സംസാരിക്കേണ്ടത് കർത്താവേ എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നല്ലോ.
ഏത് ആത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് അല്പസമയങ്ങൾ കർത്താവേ തിരുവചനത്തിലൂടെയും ദൈവം അടിയനെ വിടിവിച്ച വിധങ്ങളും ഈ ജനത്തോട് സാക്ഷീകരിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. കേൾക്കുന്ന ജനത്തിന് അത് ആശ്വാസമായി, കേൾക്കുന്ന ജനത്തിന് അത് വിടുതലായി. ഇന്ന് വരെ അവര് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു ആത്മീക സന്തോഷം അനുഭവിക്കത്തക്ക നിലകളിൽ അവർ കടന്നു പോകുന്ന തീച്ചൂള പോലെ ചില അനുഭവങ്ങളുടെ നടുവിൽ, ചില വേദനയുടെ നടുവിൽ കർത്താവേ ഇന്ന് രാത്രി കാല ഹല്ലേലൂയ ആ മേഖലകളെ ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊട്ട് സംസാരിക്കുമ്പോൾ അതവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി. ചില പ്രതിസന്ധികളൊന്നുമല്ല എന്ന്, ചില വേദനകളൊന്നുമല്ല എന്ന് ആമേൻ ചിന്തിച്ചുകൊണ്ട് ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രി എഴുന്നേൽക്കത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു കൊണ്ടിരിക്കട്ടെ. വ്യക്തികളെ മഹത്വം തൊട്ടുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവേ ഓരോ വ്യക്തികളുടെ ഹൃദയത്തെയും ആമേൻ തൊട്ട് ആത്മാവ് ഇടപെടുമാറാകണം. പരിശുദ്ധാത്മാവ് അവിടുന്ന് സംസാരിക്കുമാറാകണം. ദൈവത്തിന്റെ ആത്മാവേ അങ്ങനെ ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് ഭംഗിയായി ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാൻ, സാക്ഷ്യം പറയാൻ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഒരുക്കുന്നതിനായി സ്തോത്രം കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. സന്തോഷമുള്ളവരെല്ലാം ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറയാൻ വിട്ടുപോയി, പ്രൈസ് ലോർഡ് പ്രിയ ജിറ്റി സിസ്റ്റർ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ പാട്ടുകൾ. ആമേൻ. എന്റെ ജീവിത ശരിക്കും പറഞ്ഞ സാക്ഷ്യമാണ് താൻ ആദ്യം പാടിയ പാട്ട്. അതെന്റെ കണ്ണുകൾ നനയിച്ചു. ഹല്ലേലൂയ. രോഗിയായി മാറിയപ്പോൾ, തോൽവികൾ വന്നപ്പോൾ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അത്ര അനുഗ്രഹീതമായ പാട്ടുകൾ പാടി നമ്മളെ ബലപ്പെടുത്തുവാൻ ഹല്ലേലൂയ ആ സിസ്റ്ററിനെ ദൈവം കൊടുത്തിരിക്കുന്ന നല്ല താലന്തിനായി, നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും അനേക ഇടങ്ങളിൽ പാടുവാൻ ദൈവ നാമത്തിന് വേണ്ടി തന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അനേകവർക്ക് അത് ആശ്വാസമായി, അനേകവർക്ക് അത് ആത്മാവിൽ പ്രചോദനം കൊടുക്കുന്ന ഒരു തലത്തിൽ ജിറ്റി സിസ്റ്ററിനെ ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഇരുന്ന് മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ആമേൻ സ്തോത്രം. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണല്ലോ പ്രിയമുള്ളവരെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. സ്തോത്രം. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. നോക്കണമേ, ഈ ഏലിയാവിനെ നമ്മിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഹല്ലേലൂയ തന്റെ പ്രാർത്ഥനാ ജീവിതമാണ്. സ്തോത്രം. അപ്പോൾ തന്നെ ദാനിയേലിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് തന്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം. ആമേൻ സ്തോത്രം. ഈ ഭാഗം ഒരുപക്ഷെ നമുക്ക് വളരെ പരിചിതമാണ്. ആമേൻ സ്തോത്രം. 3 സംവത്സരവും 6 മാസവും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തില്ല ക്രിസ്തി സിസ്റ്ററെ? ദേശത്ത് മഴ പെയ്തില്ല. അല്ലെ? ആമേൻ. വീണ്ടും അവൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്തു? മഴ പെയ്തു. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പഴയ നിയമ ആമേൻ പ്രവാചകനാണ്. ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ തന്റെ പ്രാർത്ഥന വളരെ ശക്തവും വളരെ ഫലപ്രദവുമായിരുന്നു. ഒന്ന് സ്തുതിക്കാമോ ദൈവത്തെ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നീതിമാന്റെ പ്രാർത്ഥന ഏറെ ഫലിക്കുമെന്നാണ് അല്ലെ തിരുവചനം പറയുന്നു. ആമേൻ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. നമ്മൾ നീതിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ, അതായത് നമ്മൾ ദൈവം പറയുന്നത് നമ്മൾ അനുസരിച്ചാൽ നാം പറയുന്നത് ദൈവം എന്ത് ചെയ്യും? കേൾക്കും. ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുമെന്നാണ്. അപ്പോൾ മനസ്സിലായോ പ്രിയമുള്ളവരെ? നാം എത്രമാത്രം പ്രതിസന്ധിക്കകത്തൂടെ പോകുന്നു എന്നുള്ളതിലല്ല, എത്ര പ്രതിസന്ധിക്കകത്തൂടെ നാം കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ ശബ്ദത്തിന് നാം എത്രത്തോളം വില കൊടുക്കുന്നു. ആമേൻ. ദൈവത്തെ നാം എത്രമാത്രം അനുസരിക്കുന്നു
പ്രാർത്ഥിക്കുന്നു. അതാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ എത്ര കഠിനമേറിയതാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഇല്ലെങ്കിലും പിന്നത്തേതിൽ ക്രിസ്ത്യൻ സിസ്റ്ററെ അത് മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നവനാ നമ്മുടെ ദൈവം. ആസാഫ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ പ്രിയ ദൈവത്തിന്റെ പൈതലേ? ദൈവം ചില സന്ദർഭങ്ങൾ, ചില വേദനകളിലൂടെ, ആഴമേറിയ മുറിവുകളിലൂടെ ദൈവം നമ്മളെ കടത്തി വിടാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേദന തോന്നിയാലും, അപ്പോൾ നാം ഒന്ന് ഭാരപ്പെട്ടാലും, ഇന്ന് രാത്രികാലം നിങ്ങൾ നോക്കി ആത്മാവിലൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. പിന്നത്തേതിൽ അത് മഹത്വത്തിലേക്ക്, എന്റെ ആജ്ഞാപത്തിൽ നിന്ന് ക്രിസ്ത്യൻ സിസ്റ്ററെ പറയുന്നത്, മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ, അപ്പോൾ ദാനിയേലിനെ നമ്മിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവന്റെ പ്രാർത്ഥനയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, വചനത്തിന്റെ ആഴത്തിലേക്ക് എന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും സ്തോത്രം, ഉള്ള സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം നാം മറന്നു പോകരുത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ ഒരിക്കലും പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഏത് പരാജയത്തിലൂടെ കടന്നു പോയാലും ആ പരാജയത്തെ നന്മയാക്കുന്നവനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കാൻ കഴിയുമോ? പ്രാർത്ഥിക്കുന്ന നീ ഒരു ജയാളിയാണ്. പ്രാർത്ഥിക്കുന്ന നീ നിന്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമാണ്, നിന്റെ സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമാണ്, നിന്റെ ഹസ്ബൻഡിന് നീ ഒരു അനുഗ്രഹമാണ്, തലമുറകൾക്ക് നീ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ സംസാരിക്കുന്നു, വളരെ ആക്റ്റീവാണ്. ഞാൻ നന്നായി ശുശ്രൂഷിക്കുന്നു. ഓക്കേ, പക്ഷേ എനിക്ക് ആഴമേറിയ ഒരു പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, വ്യർത്ഥമാണ്. പക്ഷേ ഏത് പ്രതിസന്ധിയിലും ആഴമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ നിന്നെ നോക്കി ആത്മാവിലൊരു ദൂത് ഞാൻ പറയാം, നീ ഒരു അനുഗ്രഹമാണ്. ചില മേഖലയിൽ നമുക്ക് അനുഗ്രഹമല്ലെന്ന് തോന്നും, ചില സന്ദർഭങ്ങൾ എല്ലാം വേദനയാണോ എന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ഇല്ല, ഇല്ല പ്രിയ ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥിക്കുന്ന നീ ഒരു അനുഗ്രഹമാണ്, പ്രാർത്ഥിക്കുന്ന നീ ഒരു വെളിച്ചമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നെന്ന്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഈ വെളിച്ചമാണ്. ഈ വെളിച്ചം നിന്റെ അകത്ത് വസിക്കുമ്പോൾ, നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഏതിരുട്ടിനെയും പിടിച്ചു കെട്ടുവാൻ, ഏതിരുട്ടിനെയും കീഴടക്കുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന വെളിച്ചത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കാമൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? വെളിച്ചത്തിൽ വസിക്കുന്ന നിന്റെ മുമ്പിൽ ഒരു പരിധി വരെ മാത്രമേ ഇരുട്ടിന്റെ ശക്തികൾക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഒരു പരിധി വരെ മാത്രമേ നിന്റെ പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ നിൽക്കത്തുള്ളൂ. ഒരു പരിധി വരെ മാത്രമേ നിന്റെ വേദനകൾ നിന്റെ മുമ്പിൽ നിൽക്കത്തുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ ഇതിനെയെല്ലാം ജയിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. കർത്താവ് പറഞ്ഞില്ലേ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്നാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളൊരു ശരിയായ പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ നമ്മളൊരു അപകടത്തിനകത്താണ് ദൈവമക്കളെ, നമ്മൾ വീഴുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന നീ ഉറപ്പുള്ളൊരു ഗോപുരമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നീ തകരുവാൻ, ഹല്ലേലൂയ, നിന്നെ തകർക്കുവാൻ രോഗത്തിന് കഴിയത്തില്ല, കടഭാരത്തിന് കഴിയത്തില്ല, മരണത്തിന്റെ വെല്ലുവിളികൾക്ക് കഴിയത്തില്ല. വിശ്വസിക്ക്, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സിംഹത്തിന്റെ വായ അടയ്ക്കുന്നവൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഇതിനകത്ത് ദൈവശക്തി ചലിക്കട്ടെ. അത് വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കട്ടെ. ചില മുറിവുകൾ ഉണങ്ങത്തക്ക വിധത്തിൽ, ചില വേദനകൾ ശമിക്കത്തക്ക നിലകളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവേ ഇതിനകത്ത് ചിലത് ചെയ്യണമേ. ഹല്ലേലൂയ. സ്തോത്രം. അതേ പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന നമുക്കുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു വേലി കെട്ടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ പോലെ ശക്തനായ ഒരുത്തനുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ സിസ്റ്ററെ, ഹല്ലേലൂയ, ക്രിസ്ത്യൻ സിസ്റ്ററെ, ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന, ഹൃദയത്തെ തകർക്കുന്ന ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിലും
ആത്മാവ് പറയുകയാണ്, ആമേൻ, നീ ആമേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ ചില പ്രാർത്ഥനകളുണ്ടല്ലോ, ഇപ്പം അത് മറുപടി വൈകിയെന്ന് തോന്നിയാലും പ്രിയ ക്രിസ്തു സിസ്റ്ററെ, ആത്മാവ് പറയുകയാണ്, ആമേൻ, ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന ചില മേഖലകൾക്കകത്ത് ശക്തമായ മറുപടി നിനക്കുണ്ട്. ആമേൻ. ആത്മാവ് പറയുന്നു, അത് മറ്റുള്ളവർക്ക് ഒരു അത്ഭുതം തന്നെയായിരിക്കും, അത് മറ്റുള്ള നടുവിൽ ഒരു സാക്ഷ്യം തന്നെയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നീ തുഴയുന്ന ചില മേഖലകളുണ്ട്. പരിശുദ്ധന പറയുന്നു, പലപ്പോഴും അത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ടെങ്കിലും ക്രിസ്തു സിസ്റ്ററെ, പരിശുദ്ധന്മ പറയുകയാണ്, ഒരു കാലയളവിൽ മാത്രമേ നീ ഒരു അനുഭവത്തിലൂടെ പോകുകയുള്ളൂ. അത് കഴിയുമ്പോൾ നിന്റെ സീസണെ ദൈവം തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർമ്മത്തിൽ സ്തുതിക്കാമോ? പ്രിയ ക്രിസ്തു സിസ്റ്ററിനോട് ആത്മാവ് ഇങ്ങനെ പറയുന്നു, അടയാളത്തോട് കൂടെ തന്നെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. യെസ്, ആമേൻ. ക്രിസ്തു സിസ്റ്ററിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. തന്റെ മുമ്പിൽ ഏതെങ്കിലും അസാധ്യതകൾ ഉണ്ടെങ്കിൽ, തന്റെ മുമ്പിൽ ആമേൻ ദൈവത്താൽ ആമേൻ ഹല്ലേലൂയ പരിഹാരം വെളിപ്പെടേണ്ട, സൊല്യൂഷൻ വെളിപ്പെടേണ്ട ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ കാൽപ്പിക്കുകയാണ്, ആ ദൈവിക വിടുതൽ തന്റെ മേൽ വ്യാപരിക്കട്ടെ. വേഗം പറഞ്ഞു പോകുക പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കുന്ന ആമേൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വേലി എന്ത് ചെയ്യും? തമ്പുരാൻ കെട്ടും. സ്തോത്രം. ഈ വേലി പൊളിയുന്നതാ പ്രശ്നം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ ചിലരെ കണ്ടിട്ടുണ്ടോ, കർത്താവ് നല്ലവനാണ്, വിശ്വസ്തനാണെന്നൊക്കെ പറയും, പക്ഷേ ഈ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത പ്രശ്നം വരുമ്പോ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. പിന്നെ എന്തോ വരും? വെറുവെറുപ്പ് വരും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ ഒരു ദിവസം നല്ല പാട്ടും പ്രാർത്ഥനയും, ചിലപ്പോൾ ഒരു 5 ദിവസം പോവും. 5ാമത്തെ ദിവസമായിരിക്കും ഒരു വിഷയം വരുമ്പം ഈ 5 ദിവസം പ്രാർത്ഥിച്ചത് അങ്ങ് പോവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്തു സിസ്റ്ററെ, പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും സാത്താൻ ഇങ്ങനെ വരുന്നേ. ഹല്ലേലൂയ. ഇങ്ങനെ വരുമ്പോ കാണാം ഇവിടുത്തെ വേലിയൊക്കെ എന്ത് ചെയ്യുക? പൊളിഞ്ഞു കിടക്കുക. പ്രാർത്ഥന ഒരു വേലിയ, ആരാധന ഒരു വേലിയ, വചന ധ്യാനം ഒരു വേലിയ, വിശ്വാസം ഒരു വേലിയ, വിശുദ്ധ ജീവിതം ഒരു വേലിയ. ഹല്ലേലൂയ. മനസ്സിലായോ പ്രിയമുള്ളവരെ? ഈ വേലി പൊളിഞ്ഞു കിടക്കുമ്പോൾ സാത്താൻ എപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മുടെ ക്യാരക്ടറിനകത്തൂടെയാണ്, നമ്മുടെ ബലഹീനതയ്ക്കകത്തൂടെയാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന, വചന ധ്യാനമുള്ള, വിശ്വാസത്തിൽ എന്തൊക്കെ വന്നാലും ദൈവം എന്റെ കൂടെയുണ്ട്, എന്നെ ദൈവം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന, ആമേൻ, വിശുദ്ധ ജീവിതം നയിക്കുന്ന, വചന ധ്യാനമുള്ള ഒരു ദൈവ പൈതലിനെ എന്തൊക്കെ പ്രതിസന്ധിക്കകത്തൂടെ പോയാലും എന്റെ അനുഭവമാണ് പറയുന്നത് പ്രിയമുള്ളവരെ, തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മുടെ വേലി നാം സൂക്ഷിക്കണം. നിനക്ക് എത്ര പ്രശ്നമുണ്ടെങ്കിലോ എന്റെ കർത്താവ് മതിയായവന്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി അന്ത്യം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തൻ. കാരണം പൗലോസിന് ഒരു കാര്യം അറിയാം, പൗലോസിന് വ്യക്തിപരമായി ദൈവം ആരെന്നറിയാം. അവൻ ദൈവത്തെ ദമസ്കോസിൽ വെച്ച് എന്ത് ചെയ്തതാ? അവൻ നേരിട്ട് കണ്ടതാ. അതേ പ്രിയമുള്ളവരെ, ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ പ്രിയ ജിറ്റി സിസ്റ്റർ പറഞ്ഞില്ലേ, കഴിവല്ല നമ്മൾ നിന്നത്, മെടുക്കല്ല നമ്മൾ നിന്നത്, നമ്മുടെ ബലമല്ല. ഹല്ലേലൂയ. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആമേൻ കർത്താവിനെ രുചിച്ചറിയാൻ നമുക്ക് അനുഭവങ്ങൾ തന്നിട്ടില്ലേ പ്രിയമുള്ളവരെ? ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിച്ചോ, അവൻ എന്റെ ഉപനിധി ആയതുകൊണ്ട്, അന്ത്യം വരെ അവൻ സൂക്ഷിപ്പാൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, ഇപ്പോൾ ഞാനായിരിക്കുന്ന ഏത് മേഖലയായാലോ അതിനകത്ത് ദൈവം എനിക്കൊരു ജയം തരും. എല്ലാത്തിനും നടുവിലും പ്രാർത്ഥിപ്പാൻ എന്റെ അപ്പ എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്, നിലവിളിപ്പാൻ ഒരു കൃപ തന്നിട്ടുണ്ട്, കരയാൻ ഒരു കൃപ തന്നിട്ടുണ്ട്, എന്റെ അകത്തൊരു സഹനം തന്നിട്ടുണ്ട്, എന്റെ അകത്തൊരു സമാധാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കർത്താവ് അന്ത്യം വരെയും എന്നെ സൂക്ഷിക്കും. ഇതിനൊന്നും ഞാൻ പകച്ചു പോകത്തില്ല, ഇതിലൊന്നും ഞാൻ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
ആമേൻ സ്തോത്രം. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞാൻ വചനത്തിലേക്ക് വന്ന് വേഗം തന്നെ എനിക്ക് തന്ന ടൈമിന് ആമേൻ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞാൽ ക്രിസ്റ്റി സിസ്റ്ററെ ഒരു ദിവസം മുഴുവനും പറഞ്ഞാലും തീരത്തില്ല. എന്നാൽ അതിൽ ചില ഭാഗങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എന്നെ സംബന്ധിച്ച് ഞാൻ പെന്തക്കോസ് അനുഭവത്തെ എതിർത്ത് നിന്നൊരാളാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഉപദേശിമാര് കള്ളന്മാരാണ്. ഹല്ലേലൂയ. ഇവർ ചുമ്മാ വയറ് വളർത്താൻ വേണ്ടി നടക്കുന്നവരാണ്. ഹല്ലേലൂയ. എനിക്ക് അവരെ കാണുന്നത് തന്നെ പ്രിയമുള്ളവരെ ഒരു പുച്ഛമായിരുന്നു. ആമേൻ സ്തോത്രം. എന്റെ വീട്ടിൽ ഏതെങ്കിലും അതായത് ആമേൻ സ്തോത്രം, ഞാൻ CSI പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെന്തക്കോസ് അനുഭവത്തിലുള്ള ആരെങ്കിലും ഉപദേശിമാര് പ്രാർത്ഥിക്കാൻ വന്നാൽ ഞാൻ വീട്ടിലെ ആമേൻ സ്തോത്രം അടുക്കള വാതിലിലൂടെ ഇറങ്ങി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവര് പോയെന്ന് കണ്ടാലേ ഞാൻ തിരിച്ചെന്ത് ചെയ്യത്തുള്ളൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരത്തുള്ളൂ. എന്റെ ചിന്ത എന്തെന്നറിയാമോ? ആമേൻ. ഇവര് ചുമ്മാതെ പറ്റിക്കാൻ വേണ്ടി എന്റെ ധാരണ എന്തുവാ, ഇവര് ഈ സന്തല വല. അന്ന് ഞാൻ എൻ്റെ അമ്മയാണ് ആദ്യം വിശ്വാസത്തിൽ പോയത്. അപ്പൊ ഞാൻ കളിയാക്കുമായിരുന്നു, എന്തുവാ ഈ സന്തല വല. ഇവരിങ്ങനെ പഠിച്ചു പറ, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ഇവരിങ്ങനെ വയറ് വളർത്താൻ നടത്തുന്നതാണെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് ഈ അനുഭവത്തോട് എതിർത്ത് നൽകി. കാരണം എനിക്ക് പഠിക്കുമ്പോൾ ഒരു വനിതാ പോലീസ് ആകാനായിരുന്നു എനിക്ക് ഇഷ്ടം. ഇന്ന് എന്റെ ചർച്ചിലെ കുഞ്ഞുങ്ങളൊക്കെ പറയാറുണ്ട്, ചേച്ചി ഇപ്പോ കർത്താവിന്റെ വനിതാ പോലീസ് ആണെന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹവും ആവേശവുമായിരുന്നു ക്രിസ്റ്റി സിസ്റ്ററെ. അതുകൊണ്ടുണ്ടല്ലോ ഈ ലോകമോഹങ്ങൾ എൻ്റെ അകത്തൊത്തിരി കിടപ്പുണ്ട്. ആമേൻ. ഇതെല്ലാം കിടക്കുന്നത് കൊണ്ട് എനിക്കറിയാം പെന്തക്കോസ് അനുഭവത്തിൽ അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും പോകാൻ പറ്റത്തില്ല. ഒരു പ്രമാണമുണ്ട്, പക്ഷെ ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള ധാരണയാണ് എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഞാൻ ഇവർക്ക് എന്ത് ചെയ്യത്തില്ല, പിടികൊടുക്കത്തില്ല. അതിനകത്തുനിന്ന് ഒരു ദൂത് കൂടെ ഞാൻ പറയാം. പ്രിയമുള്ളവരെ, നമ്മളെത്ര പിടികൊടുക്കാത്തവരാണെങ്കിലും തമ്പുരാന് നമ്മളെ ആവശ്യമുണ്ടോ, കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കും. അതിനാരുടെയും പെർമിഷൻ ഒന്നും വേണ്ട ദൈവത്തിന്. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടതുകൊണ്ട് ആമേനാണ് ഞാനിന്ന് ഈ കർത്താവിന്റെ ഈ മഹത്വകരമായ ശുശ്രൂഷയിൽ ശുശ്രൂഷ ചെയ്യാൻ എന്നെ ഒരുക്കിയത് ദൈവം എന്നെ കണ്ടതുകൊണ്ടാ. ഞാൻ ചുരുക്കിയ പറയുന്നത്, പ്രിയമുള്ളവരെ, സ്നാനപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആമേൻ സ്തോത്രം. അതിനൊക്കെ 100 ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ട്രിവാൻഡ്രം ഭാഷയിൽ കേട്ടോ സിസ്റ്ററെ, ഞങ്ങൾ പറയാറുണ്ട്, അടിയും കൊണ്ട് പുളിയും കുടിച്ച് മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ മാനസാന്തരപ്പെട്ടത്. ഹല്ലേലൂയ. ശരിക്കും അങ്ങോട്ട് പിടികൊടുക്കാതെ നടന്നപ്പോൾ കർത്താവിന് അറിയാമായിരുന്നു, ഇവൾ നിമിത്തം ദേശങ്ങൾ വിടിവിക്കപ്പെടാനുണ്ട്, രാജ്യങ്ങൾ വിടിവിക്കപ്പെടാനുണ്ട്, സംസ്ഥാനങ്ങൾ വിടിവിക്കപ്പെടാനുണ്ട്, അനേകവരെ സ്നാനത്തിലേക്ക് നയിക്കാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോയാ പറ്റത്തില്ല, പിടിച്ചേ പറ്റത്തുള്ളെന്ന് എന്റെ കർത്താവിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവിനെ തൊടുവാനിടയായി. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ എന്താണോ വെറുത്തത്, ഞാൻ എന്താണോ എതിർത്തത്, അത് തന്നെ ആക്കി എന്റെ ദൈവം. ഒരു സ്തോത്രം പറയാമോ? ഞാൻ ഒരു സുവിശേഷകനെ അംഗീകരിക്കാത്ത എന്നെ, ഒരു പാസ്റ്ററിനെ അംഗീകരിക്കാത്ത എന്നെ ഒരു സുവിശേഷകന്റെ ഭാര്യയാക്കിയ ദൈവം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഉപദേശിമാര് കള്ളന്മാരാണ്, തിന്നാൻ വേണ്ടി നടക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞ സ്ഥാനത്ത് സുവിശേഷ നിമിത്തം ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, നല്ലപോലെ പട്ടിണി ഞാൻ കിടന്നു, നല്ലപോലെ കഷ്ടത ഞാൻ അനുഭവിച്ചു. അവിടെ ഞാൻ തിരിച്ചറിഞ്ഞത്, ഇതൊരിക്കലും പൈസയുടെ മാർഗമല്ല, ഇതൊരിക്കലും വയറ് വീർപ്പിക്കാനുള്ള മാർഗമല്ല. ആമേൻ. ഇത് ത്യാഗത്തിന്റെ വേലയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവരിയിൽ മരിച്ചത് സത്യസന്ധതയോടെ നിൽക്കുന്നവർക്ക് ആ സുവിശേഷത്തെ വിളിച്ചു പറയുവാൻ തിരഞ്ഞെടുക്കുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. കാരണം സുവിശേഷം ഏത് നരഭോജിയെയും നരസ്നേഹിയാക്കുന്നതാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ശുദ്ധിയില്ലാത്തവരാണ്. അവൻ മനുഷ്യനെന്ന് പറയുമ്പോൾ പല പാപ സ്വഭാവങ്ങളുള്ളവരാണ്. പക്ഷേ ഈ മനുഷ്യനെ അവൻ നല്ല ഒരു മനുഷ്യനാക്കാൻ ഈ ലോകത്ത് ഒന്നിനും കഴിയത്തില്ല പ്രിയമുള്ളവരെ. അതിന് സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്താൻ. ഹല്ലേലൂയ. നോക്കണമേ, എനിക്ക് മനസ്സിലായി സുവിശേഷത്തിന്റെ ശക്തി എന്താണെന്ന്. ഒരിക്കൽ കർത്താവിനെ പിടിച്ചു
ആരും പറഞ്ഞിട്ടല്ല ഞാൻ സ്നാനപ്പെട്ടത്, ആരും പറഞ്ഞിട്ടല്ല ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചത്. പ്രിയമുള്ളവരെ, അവൻ സുവിശേഷം എന്റെ ഹൃദയത്തെ ക്രിയ ചെയ്തപ്പോൾ, വചനം എന്റെ ഹൃദയത്തെ ക്രിയ ചെയ്തപ്പോൾ എനിക്ക് സ്വയം മനസ്സിലായി ഞാനൊരു പാപിയാണെന്ന്. ഹല്ലേലൂയ. ഞാൻ തന്നെ എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാനൊരു പാപിയാണപ്പ, ഞാൻ സമ്മതിക്കുകയാണ്. ഇനി ഞാൻ പറയാം, ഈ സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ ആമേൻ, ഈ സുവിശേഷങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നെന്നുള്ള ബോധ്യം എന്റെ അകത്തുണ്ടായി. ആമേൻ. ഈ ദൈവ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ ഒരു ഉപദേശിയും പറയാതെ, ആരും എന്നോട് പറയാതെ, പരിശുദ്ധാത്മാവ് എന്നെ ഉപദേശിച്ചു, പരിശുദ്ധാത്മാവ് എന്നെ ഒരുക്കിയെടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് വനിതാ പോലീസ് എന്ന ജോലി വേണ്ട, എനിക്ക് ഭൗതിക ജോലി വേണ്ട, എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ച, എനിക്ക് വേണ്ടി, ഞാൻ പറയാം പ്രിയമുള്ളവരെ, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഒരാങ്ങളെയാണ് എനിക്കുള്ളത്. പക്ഷെ അവരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലൊരു അനുഭവം. എന്റെ ബാല്യവും എന്റെ യൗവനവും ഒക്കെ വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന്, ഒരു നല്ല വസ്ത്രത്തിന്, അപ്പന്റെ സ്നേഹത്തിന്, ആങ്ങളുടെ സ്നേഹത്തിന്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരു സൂമിലും ഇത്ര വ്യക്തമായി സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ ഇടയായി കടന്നുപോയ 2020 സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഞാൻ കുറച്ച് ആരംഭം മുതലാ പറയുന്നത്. അങ്ങനെ ഞാൻ കൊതിക്കുമ്പോൾ, മറ്റുള്ള കുഞ്ഞുങ്ങളെ അമ്മയപ്പന്മാർ സ്നേഹിക്കുമ്പോൾ, അവരെ കരുതുമ്പോൾ, എനിക്ക് അങ്ങനെ ഒരു നല്ല അനുഭവം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഭക്ഷണം കൊണ്ടുവച്ച് കഴിക്കുമ്പോൾ എനിക്കന്ന് കഴിക്കാൻ ഭക്ഷണമില്ല. ഞാൻ സ്കൂളിന്റെ ആമേൻ ഹല്ലേലൂയ പുറത്തിറങ്ങി പൈപ്പിലെ വെള്ളം കുടിച്ചിട്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് കയറി വരാറുണ്ടായിരുന്നു. അതേ പ്രിയമുള്ളവരെ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വചനം ഞാൻ പഠിക്കുമ്പോൾ എന്റെ അപ്പ തരാത്ത, എന്റെ അമ്മ തരാത്ത, എന്റെ കൂടപ്പിറപ്പ് തരാത്ത ആമേൻ സ്നേഹം എനിക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കാനിടയായി. ഹല്ലേലൂയ. ആ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോ ഞാൻ അറിയാതെ എന്നിലേക്ക് ഒരു രൂപാന്തരം വന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആമേൻ ഭൗതിക നന്മയേക്കാൾ സ്നേഹിച്ചത് എന്റെ യേശുവിനെയാണ്. അന്ന് ഞാൻ എന്റെ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, അപ്പാ, എനിക്ക് എത്ര നാൾ ഇനി ആയുസ്സും ആരോഗ്യം തരുന്നു, ഞാൻ സുവിശേഷ വേല ചെയ്തോളാം എന്ന് ഒരു ഉറപ്പേറിയ തീരുമാനം ഞാൻ എടുക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ തീരുമാനത്തിന്റെ നടുവിലും ഞാൻ ഇനി അത് പറഞ്ഞാൽ ഒത്തിരി പോകും സാക്ഷ്യം. ആ തീരുമാനത്തിന്റെ നടുവിലും എനിക്ക് ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നു, ഒത്തിരി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, ഒരു രാത്രി മുഴുവനും അയ്യത്തുറങ്ങേണ്ടി വന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ അകത്ത് ക്രിസ്തുവിനോടുള്ള സ്നേഹം അമിതമായിരുന്നു. പ്രിയമുള്ളവരെ, അത് ഭയങ്കരമായിരുന്നു. കാരണം ആരും തരാത്ത സ്നേഹം, ആരും തരാത്ത ആശ്വാസം, ആരും തരാത്ത സമാധാനം. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞില്ലേ, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം, എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന്. എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മ ഉണ്ടാകുന്നതിനേക്കാൾ, എനിക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനേക്കാൾ അന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം അനുഭവിച്ചത്, എന്റെ യൗവനപ്രായത്തിൽ ഒറ്റപ്പെടലും കണ്ണുനീരിന്റെ താഴ്വരകളും ഇല്ലായ്മകളും ശൂന്യതകളും ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം അനുഭവിച്ചത് ക്രിസ്തുവിലുള്ള ആ സമാധാനമാണ്. പ്രിയമുള്ളവരെ, എനിക്ക് മനസ്സിലായി, ഈ സമാധാനം ലോകത്തൊന്നിനും തരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ സുവിശേഷത്തെ, ആ സമാധാനത്തെ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഞാൻ വലുതായി കണ്ടു. എന്റെ അപ്പയോ അമ്മയോ എനിക്ക് വേണ്ടി 1 രൂപ എന്റെ വിവാഹത്തിന് വേണ്ടി കരുതിയില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു സിസ്റ്ററെ, അന്ന് ഇറങ്ങിയ നാളുണ്ടല്ലോ, ഞാൻ വളരെ തീഷ്ണതയോടാ നിന്നത്, വളരെ എരിവോടാ നിന്നത്. പ്രിയ ആമേൻ ക്രിസ്തു സിസ്റ്ററെ, എന്തൊക്കെ വന്നാലും എരിവോട് അങ്ങ് നിന്നേക്കണം, തീഷ്ണതയോട് അങ്ങ് നിന്നേക്കണം. ആമേൻ. വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവം.
അതെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞാൻ വളരെ വിശ്വസ്തയോടെ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിച്ചു. അപ്പ എന്ന് പറയുമ്പോൾ എൻ്റെ യേശുപ്പയെ ഞാൻ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെ പപ്പ എനിക്ക് വേണ്ടി കരുതിയില്ലേലും, എൻ്റെ ആങ്ങളെ എനിക്ക് വേണ്ടി കരുതിയില്ലേലും, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കരുതിയില്ലേലും, സ്വർഗം എനിക്ക് വേണ്ടി കരുതി. ഞാൻ പറയാം, ആമേൻ, ഉറപ്പേറിയ തീരുമാനവും ക്രിസ്തുവിനോടുള്ള സ്നേഹവും ആഴത്തിലാണെങ്കിലും, ആമേൻ, നീ നിനക്ക് വേണ്ടി ഒന്നും കരുതിയില്ലേലോ, നിനക്ക് വേണ്ടി ആരും കരുതാനില്ലെങ്കിലും, ചില കരുതലുകൾ കുറഞ്ഞു പോയാലും, ആമൻ, ചില വിശാലതകൾ കുറഞ്ഞു പോയാലും, ആമൻ, ദൈവം നിനക്ക് വേണ്ടി കരുതുന്നവനാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു സുവിശേഷകന് വേണം, എനിക്ക് ശക്തമായി വേല ചെയ്യണം. എന്നെ പോലെ തകർന്നവരെ, എന്നെ പോലെ വീട് കിടക്കുന്നവരെ, എന്നെ പോലെ മരണം കൊതിച്ച് കിടക്കുന്നവരെ, എന്നെ പോലെ ആശ്വാസമറ്റുപോയവരെ എനിക്ക് എൻ്റെ അപ്പാക്ക് വേണ്ടി നേടണം. അതിനെനിക്ക് ഇങ്ങനെ പറ്റത്തില്ല. എനിക്കൊരു സുവിശേഷകന് വേണം, എനിക്കൊരു ദൈവഭക്തന് വേണം. 6 കാര്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞാനൊരു മാസയോഗത്തിന് പോകുമ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്റെ പാട്ട് ശ്രദ്ധിച്ചു, പ്രാർത്ഥന ശ്രദ്ധിച്ചു, ആരാധന ശ്രദ്ധിച്ചു. കാരണം ഉണ്ടല്ലോ, ഈ അധികം ഇളച്ചി കിട്ടിയവൻ അധികം എന്ത് ചെയ്യും? ആരാധിക്കും. അപ്പോഴുണ്ടല്ലോ, നമുക്ക് ദൈവവചനം കേട്ടാലും കരച്ചിൽ വരും, പാട്ട് പാടിയാലും കരച്ചിൽ വരും. കാരണം ഈ ഹൃദയം മൊത്തം ക്രിസ്തുവിനോടുള്ള സ്നേഹമാ. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, എനിക്ക് വേണ്ടി ഒന്നും കരുതിയില്ലെങ്കിലും എന്റെ മേൽ വ്യാപരിച്ച കൃപയാണ് എന്റെ വിവാഹ ജീവിതത്തിന് മുഖാന്തരമായത്. ഇന്നും എന്റെ സ്ത്രീധനം കൊടുത്തിട്ടില്ല, ഇന്നും എനിക്ക് വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് വാരിക്കോരിയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് സമാധാനമുള്ളൊരു ജീവിതം തന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തെ ദൈവം തന്നു. പ്രിയമുള്ളവരെ, അതെന്തുകൊണ്ടെന്നറിയാമോ? ആമേൻ, എനിക്ക് കിട്ടിയ വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു. ഒറ്റയ്ക്കാണേലും യേശു വലിയവനാണെന്ന് പറഞ്ഞ് അനേക പ്രതിസന്ധികളെ തരണം ചെയ്ത വിശ്വസ്തയോടെ നിന്ന് എനിക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നു. അപ്പൊ എൻ്റെ ഒരു വിശ്വാസി പറഞ്ഞു, പാസ്റ്ററെ, കല്യാണമൊന്നും ആലോചിക്കണ്ട, എന്താ പൈസയൊന്നും ഇല്ലെന്ന്, ഈ കൃപയുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസൻ ചോദിച്ചു, പണം എന്തിനാ, കൃപ പോരെ? ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവം എൻ്റെ വിവാഹ ജീവിതത്തെ നടത്തുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ പറയാം, ആമേൻ, സ്തോത്രം. അന്ന് മുതൽ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചു. ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, എന്തൊക്കെ വന്നാലും വിശ്വസ്തത നഷ്ടപ്പെടരുത്. എന്തൊക്കെ വന്നാലും കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളണം, മനസ്സ് ക്ഷീണിക്കരുത്. ഹല്ലേലൂയ. ആരും വന്നില്ലേലും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എൻ്റെ പണമല്ല എൻ്റെ ഭാവിക്ക് വഴിത്തിരിവുണ്ടാക്കിയത്. ഹല്ലേലൂയ. നമുക്കറിയാലോ, ഇഷ്ടം പോലെ വാരിക്കോരി ആമൻ കെട്ടിച്ചു വിട്ടാലും സമാധാനമില്ലാത്ത എത്രയോ പേരുണ്ട് പ്രിയമുള്ളവരെ. സന്തോഷമില്ലാത്ത എത്ര. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പപ്പ മരിച്ചുപോയി, എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ആങ്ങളയ്ക്കോ എന്നെ കുറിച്ച് അങ്ങനെയുള്ള ഒരു വേദനയില്ല. കാരണം ആമൻ, സ്തോത്രം, സമാധാനമുള്ള ഒരു ജീവിതത്തെ ദൈവം തന്നു. ആമൻ, സ്തോത്രം. മനസ്സിലായോ പ്രിയമുള്ളവരെ? എൻ്റെ ആ സമർപ്പണം, എൻ്റെ ആ കണ്ണുനീര്. ഞാൻ പറയാം, മറിയെ നോക്കണമേ. മറിയയുടെ കർത്താവ്, ആമൻ, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, നീ ഒരു ആമൻ കുഞ്ഞിനെ പ്രസവിക്കും. അപ്പൊ മറിയ ചോദിച്ചു, പുരുഷനെ അറിയാത്തത് കൊണ്ട് എങ്ങനെ അത് സംഭവിക്കും? ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമ്പോൾ, ഹല്ലേലൂയ, അത് സംഭവിക്കും. അപ്പൊ നോക്കണമേ, മറിയ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ അവളുടെ ആ ഭക്തിയും, ആമേൻ, അവൾ ഭക്തിയുള്ളവളും ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ അവൾ സമർപ്പിച്ചു കൊടുത്തപ്പോൾ മറ്റൊരു സ്ത്രീക്കും ലഭിക്കാത്ത ഭാഗ്യം. കാരണം ലോകരക്ഷകനായ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ അവളെ ഉദരത്തിൽ ഹല്ലേലൂയ വഹിപ്പാൻ മറിയയ്ക്ക് ഭാഗ്യം ലഭിച്ചു. കരമേർത്തി സ്തുതിക്കാമോ? നമ്മുടെ ഭക്തിയില്ലേ, നമ്മുടെ ആ സമർപ്പണമില്ലേ? അതേ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മൾ
പോലും ചിന്തിക്കാത്ത വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. മറിയയുടെ സമർപ്പണത്തിന് മുമ്പിൽ ഒരു സഹോദരിമാർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് അവിടെ ലഭിപ്പാനിടയായത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലത്തെ ഭാഗ്യം എനിക്കും കിട്ടി. കാരണം ലോകരക്ഷകൻ എന്റെ അകത്ത് ജനിക്കുകയായിരുന്നു. ആമേൻ, സ്തോത്ര സ്തോത്ര. ആ കൃപ എന്റെ മേൽ വ്യാപരിച്ചു. മനസ്സിലായോ പ്രിയമുള്ളവരെ? ആമേൻ, സ്തോത്ര. ഞാൻ ആ ഭാഗം വിടുകയാണ്. നോക്കണമേ, ഞാൻ അവിടെ നിന്ന് ദൈവം എന്നെ വളർത്താൻ തുടങ്ങി. 2020, 2021, 2022 ശക്തമായ ശുശ്രൂഷയ്ക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. എന്റെ ഹൃദയത്തിൽ ഭയങ്കര ആവേശമായിരുന്നു. എനിക്ക് പ്രസംഗിക്കണം, ഭൂതത്തെ പുറത്താക്കണം, രോഗിയെ സൗഖ്യമാക്കണം. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ആ തലത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ വളർത്തിയത് എന്റെ പ്രശ്നങ്ങളായിരുന്നു. എന്നെ വളർത്തിയത് മാറയുടെ അനുഭവങ്ങളായിരുന്നു. എന്നെ വളർത്തിയത് ആമേൻ കണ്ണുനീരിന്റെ താഴ്വരകളായിരുന്നു. അന്ന് പ്രാപിച്ച അഭിഷേകം അത് വർദ്ധിച്ചതല്ലാതെ കുറയാൻ ദൈവം ഇടയാക്കിയില്ല. പ്രിയമുള്ളവർ, എപ്പോഴും നാം അങ്ങനെയായിരിക്കണം. പ്രശ്നങ്ങളുടെ മീതെ വളരണം നാം. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മീതെ നാം വളരണം. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ആമേൻ, ഞാൻ റെസ്റ്റില്ലാതെ ശുശ്രൂഷയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഈ കഴുത്തിനൊരു വേദന വന്നു, കാലിന് വേദന വന്നു, ഈ സൈഡ് മൊത്തം വേദനയായി. കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആമവാദമാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് ബ്ലഡിൽ കലർന്നു പോയി. 3 ഇരട്ടി ഹൈ ആണ് സിസ്റ്ററിന്റെ ശരീരത്തിൽ. അതുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാനിടയായി. പ്രിയമുള്ളവരെ, 2020, 2021, 2022 ആമവാദം വന്ന് പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. കിടന്നുപോയി ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് എല്ലാരും പറഞ്ഞു, ബീന സന്തോഷ് ഇനി ശുശ്രൂഷയിലില്ല, ഇനി ശുശ്രൂഷയിൽ കാണത്തില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ആമവാദം എന്ന രോഗം ക്യാൻസർ പോലെ ഡേഞ്ചർ തന്നെയാണ്. ഞാൻ അനുഭവിച്ചത് അങ്ങനെയായിരുന്നു. ആമേൻ. ഇതിനകത്ത് നഴ്സുമാരോ ഡോക്ടർമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം ആ രോഗം എത്രമാത്രം കടുപ്പമാണെന്ന്. എന്റെ തല മുതൽ പാദം വരെ ഹല്ലേലൂയ എനിക്ക് ഭയങ്കരമായ വേദനയാണ്. പ്രിയമുള്ളവരെ, നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. കിടക്കുമ്പോൾ തോന്നും വലത്തെ സൈഡ് ചരിയണമെന്ന്, വലത്തെ സൈഡ് ചരിയുമ്പോൾ തോന്നും ആമേൻ നിവർന്ന് കിടക്കണമെന്ന്, നിവർന്ന് കിടക്കുമെന്ന് തോന്നും ഇടത്തെ സൈഡ് ചരിയണമെന്ന്, ഇടത്തെ സൈഡ് ചരിയുമ്പോൾ തോന്നും എഴുന്നേൽക്കണമെന്ന്. കട്ടിലില് ബാലൻസ് ചെയ്ത് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. കാരണം കൈ കുത്താൻ പറ്റത്തില്ല. ജോയിന്റുകൾക്കെല്ലാം അതികഠിനമായ വേദനയാ, തേള് കുത്തുന്നത് പോലത്തെ വേദനയാ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എഴുന്നേൽപ്പിയവരെ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാന്ന് വെച്ചാൽ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വേദനയാ. എന്റെ വിരലുകളൊക്കെ വീർത്തായിരുന്നത്. ഇന്ന് അതെല്ലാം ആമേൻ, സ്തോത്രം, കർത്താവ് എന്ത് ചെയ്തു? മാറ്റി തന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത്രമാത്രം കഠിനമായ അനുഭവം. കാരണം ഉറക്കമില്ല. ഈ രോഗം അതികഠിനമാകുമ്പോൾ ഉറക്കം കിട്ടത്തില്ല. ആമേൻ, സ്തോത്രം. എന്നെ ചികിത്സിച്ചത് ഹിന്ദുവായ ഒരു ഡോക്ടർ ആയിരുന്നു. അപ്പോൾ ഹല്ലേലൂയ, ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്ററേ, പ്രിയ സിസ്റ്ററേ, എനിക്കൊരു ഡൗട്ട് കാണാം. നിങ്ങളുടെ ശരീരത്തിൽ 3 ഇരട്ടി കൈയായിരിക്കുമ്പോഴും ഇത്ര രോഗം വർദ്ധിച്ചിരിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെ കിടന്നു പോകാതിരുന്നെന്നാ എന്റെ അതിശയം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഹല്ലേലൂയ, അത് മറ്റൊന്നുമല്ല, എന്നിലൊരുവൻ ജീവിക്കുന്നു. ആമേൻ. എന്റെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത് കൊണ്ട് ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ രോഗം എത്ര അതികഠിനമായി എന്റെ ശരീരത്തിൽ വ്യാപിച്ചെന്ന് പറഞ്ഞാലും ആമവാദം എന്ന രോഗത്തെക്കാൾ വലിയവനാണ് എന്റെ യേശു. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഹിന്ദുവായ ഡോക്ടറിനെ അത് ഭയങ്കരമായി അതിശയിപ്പിച്ചു. ഹിന്ദുവായ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങളൊരു അസാധാരണമായ വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്തുകൊണ്ടാ അത് പറയുന്നേ? സിസ്റ്റർ, എന്റെ അടുത്ത് പേഷ്യന്റ് വരുമ്പോൾ അവർ കുറച്ചുകൂടെ അഭിനയിച്ച് കാണിക്കും. ഞാൻ ചോദിച്ചു, അതെന്താ ഡോക്ടർ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്തിനെന്നറിയുമോ, അവർക്ക് നല്ല ചികിത്സ കിട്ടാൻ ഞാൻ നിങ്ങളിൽ കണ്ടൊരു പ്രത്യേകത, നിങ്ങളുടെ BP 180, 160 നിങ്ങൾ ചലനമറ്റ ശരീരത്തോട് കിടക്കുമ്പോഴും നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴും നിങ്ങളുടെ മുഖം പ്രസന്നമാണ്, നിങ്ങൾ എപ്പോഴും ചിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് പറയാൻ ആമേൻ നിങ്ങൾക്ക് വാതോരാതെ പറയുന്നെങ്കിൽ അത് നിങ്ങളല്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ മേൽ അസാധാരണമായ എന്തോ ഉണ്ട്.
മനസ്സിലായോ പ്രിയ ദൈവത്തിന്റെ പൈതലേ? ഒരു യഥാർത്ഥ ദൈവ പൈതൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, ആത്മാവിൽ ജീവിക്കുന്നവനെ പ്രശ്നങ്ങൾക്കകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. എബ്രായർക്കെഴുതിയ ലേഖനം ഇങ്ങനെ പറയുന്നു, അവൻ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായെ അടച്ചു, വിശ്വാസത്താൽ അവർ നീതി നടത്തി. ഹല്ലേലൂയ. മനസ്സിലായോ പ്രിയമുള്ളവരെ? വാടിയ മുഖം ആമേൻ കാണിക്കാൻ പറ്റാത്തവണ്ണം പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ വ്യാപരിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, സാരമല്ല. ഹല്ലേലൂയ. സ്വയം ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധ്യമല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ക്രിസ്തു സിസ്റ്ററെ നിങ്ങളെ സഹായിച്ചാൽ ശോശാമാൻഡി ശോശാമാൻഡിയോട് ആത്മാവ് പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്, ആന്റിയെ ജീവിപ്പിച്ചൊരു ദൈവമുണ്ട്, ആന്റിയെ ശക്തീകരിച്ചൊരു ദൈവമുണ്ട്, ആന്റിയെ നിലനിർത്തിയൊരു ദൈവമുണ്ട്. ശോശാമാൻഡി, ഇന്ന് രാത്രി ആത്മാവ് പറയുകയാണ്, ഈ ദിവസം ഉണ്ടല്ലോ ചില മേഖലകളിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ആന്റി കാണും. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്ന്, ഫലം കായ്ക്കാനാ തമ്പുരാൻ വിളിച്ചത്. ഫലം കായ്ക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ജീവിതങ്ങളുടെ തലങ്ങളിൽ ഉണ്ടെങ്കിൽ ശോശാമാൻഡി വിശ്വസിക്ക്, എന്റെ ഈ പ്രായത്തിലും എന്നെ നടത്തുവാൻ അവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗം പറഞ്ഞു പോകാമേ പ്രിയമുള്ളവരെ. എത്രത്തോളം ക്രിസ്തു സിസ്റ്ററെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ വേഗം പറഞ്ഞു പോകാം. ഇനി ആമേൻ. ക്രിസ്തു സിസ്റ്റർ ബലപ്പെട്ടോണം കേട്ടോ. ആത്മാവ് അങ്ങനെ പറയുകയാണ്. ഞാൻ പറയാം ക്രിസ്തു സിസ്റ്ററെ, അന്ന് ഞാൻ ആമവാദം വന്നപ്പോൾ 25 പ്രാവശ്യം ഞാൻ മരണത്തിലൂടെ പോയി. ഈ 25 പ്രാവശ്യം ഞാൻ മരണത്തിലൂടെ പോകുമ്പോഴും എന്റെ ഡോക്ടർ അത് കാണുന്നുണ്ട്, എന്നെ ചികിത്സിക്കുന്ന അവർ സ്റ്റാഫുകൾ അത് കാണുന്നുണ്ട്. അവർ നോക്കുമ്പോൾ, കാരണം സുവിശേഷം ഏത് സാധാരണ വ്യക്തിയെയും അസാധാരണ മനുഷ്യനാക്കുന്നതാണ്. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ നമ്മളെ ഒടുക്കത്തില്ല, പ്രശ്നങ്ങൾ നമ്മളെ തകർക്കത്തില്ല, പ്രശ്നങ്ങൾക്ക് മീതെ. കാരണം ഹല്ലേലൂയ, പുതിയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ എന്ത് ചെയ്തു? ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച ജനത്തെ നടത്തിയത്. എന്നാൽ പുതിയ നിയമം പഠിക്കുമ്പോൾ യേശു കടലിന് മീതെ നടന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, വരാൻ പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? അതിന്റെ മീതെ നടന്നു. മനസ്സിലായോ പ്രിയമുള്ളവരെ? പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ ദൈവം നിന്നെ നടത്തും. ഹല്ലേലൂയ. അവിടെ വെള്ളം വകഞ്ഞു മാറ്റിയില്ല, വെള്ളം രണ്ടായി വേർപിരിച്ചില്ല. അവിടെ എന്ത് ചെയ്തു? പത്രോസിനെ മുക്കുവാൻ കടന്നു വന്ന തിരമാലയ്ക്ക് മീതെ കൂടെ ആമേൻ ആ തിരമാലയെ ചാവട്ടി താഴ്ത്തി മുന്നോട്ട് പോകാൻ പത്രോസിനെ ദൈവം ഇടയാക്കി. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ആത്മാവ് പറയുന്നു, പ്രശ്നങ്ങൾ നിന്റെ തലയ്ക്ക് മുകളിലല്ല. ഈ ദിവസങ്ങൾ ആ പ്രശ്നങ്ങൾക്കകത്തൂടെ നിന്നെ ജയത്തോടൊപ്പം നടത്താൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം. ഡോക്ടറിനെ അത് വളരെ അതിശയിപ്പിച്ചു. ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. എല്ലാ പേഷ്യന്റിന്റെ അടുത്തും 5 മിനിറ്റ് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് 2.5 മണിക്കൂർ ഇരിക്കുമായിരുന്നു. എന്തിനെന്നറിയാമോ? സുവിശേഷം കേൾക്കാൻ. സ്തോത്രം. എൻ്റെ വായ എന്നോട് ചോദിക്കും, ഇത് എവിടെന്നാ വരുന്നേ? ഞാൻ പറഞ്ഞു, ഇതാണ് ദൈവിക ജ്ഞാനം. കാരണം ആമേൻ ഹല്ലേലൂയ, ഭോക്ഷത്വമായി ഇതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോക്ഷത്വമായി ഇതിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവൻ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ, ആ ബലഹീനമായി ലജ്ജിപ്പിക്കുവാൻ അവൻ ബലമുള്ളതിനെ തിരഞ്ഞെടുത്തു. ഒന്ന് സ്തുതിക്കാമോ? മനസ്സിലായോ പ്രിയമുള്ളവരെ? ഈ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് അത് വിദ്യാഭ്യാസത്തിലൂടെ ഒന്നും കിട്ടുന്നതല്ല, അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാ. 2.5 മണിക്കൂർ ഇരിക്കുമ്പോ വാതോരാതെ ഞാൻ എൻ്റെ യേശുവിനെ കുറിച്ച് പറയുമായിരുന്നു. 25 പ്രാവശ്യം ഞാൻ മരണത്തിലൂടെ പോകുമ്പോഴും ഒരു ദിവസം ആ ഹോസ്പിറ്റലിൽ പാത്തിയിൽ കിടന്നിട്ടപ്പാ ഞാൻ ചോദിച്ചു, എന്തിനാപ്പാ എനിക്ക് ഇത്ര ശോധന?
എന്തിനാ അപ്പ എന്നെ ഇങ്ങനെ നുറുക്കുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ നിന്ന കേൾപ്പിക്കുന്നേ? ഈ ശരീരത്തിൽ ഞാൻ എത്രമാത്രം വേദനയാ സഹിക്കുന്നേ. ഞാൻ പറയാം, നമ്മൾ ശരീരത്തിൽ വഹിക്കുന്ന വേദന ഭർത്താവിന് എടുക്കാൻ പറ്റത്തില്ല, ഭാര്യയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ തന്നെ വഹിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞപ്പാ, ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറം അപ്പ ഞാൻ വിശ്വസ്തയോടെ നിന്നിട്ട് സത്യസന്ധമായി നിന്റെ വേല ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആമേൻ ആ പാത്തിയിൽ കിടക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മോളെ നീ ആ കാൽവരിയിലേക്കൊന്ന് നോക്ക്. ആമേൻ, ഞാൻ കാൽവരിയിൽ തകർക്കപ്പെട്ടത് എന്തിനെന്ന് നിനക്കറിയാമോ? ഞാൻ ഉടയപ്പെട്ടത് എന്തിനെന്ന് നിനക്കറിയാമോ? ഒരു മാനവരാശിയെ നേടാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഞാൻ ഇവിടെ ഉടച്ചത്, നിന്നെ ഞാൻ ഇവിടെ തകർത്തത്, ഓ ഇനിയും നിനക്ക് രാജ്യങ്ങൾ കടക്കാനുണ്ട്, ഇനിയും നിനക്ക് അനേകവർ അഭിഷേകം ചെയ്യാനുണ്ട്, നിനക്ക് അനേകിടങ്ങളിൽ പോകാനുണ്ട്, അനേകിടങ്ങളിൽ സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടെ ഉടച്ചത്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടെ തകർത്തത്. അതെ, ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവ് കർത്താവ് ഗദസമനിൽ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നിട്ട് പറഞ്ഞില്ല, അവിടുത്തെ ഹിതം പോലെ ആകട്ടെ എന്ന്. ആ ഗദസമനയിൽ തന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൂതൻ ഇറങ്ങി വന്ന് യേശുവിനെ ബലപ്പെടുത്തിയതുപോലെ ആ ദൈവ ശബ്ദം എന്നെ ബലപ്പെടുത്തി. 25 പ്രാവശ്യത്തെ മരണത്തെ അതിജീവിക്കാ എന്റെ അപ്പനെനിക്ക് കൃപ തന്നു. ഞാൻ പറയാം പ്രിയമുള്ളവരെ, ഡോക്ടറിനോട് നിർബന്ധപൂർവം, കാരണം ആയുർവേദമാണ് എടുത്തത്, 3 ഹൈയാണ്, നടക്കാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോയിരുന്ന യൂറോപ്യൻ ക്ലോസറ്റ് ആണേലും അവിടെയും പിടിക്കാൻ ആള് വേണം, കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ആ ജനലിൽ ചെന്ന് 2ാമത്തെ നിലയിൽ താഴോട്ട് നോക്കുമ്പോൾ റോഡേ കൂടെ ആളുകൾ നടന്നു പോകുമ്പോൾ ഞാൻ ചോദിക്കും, അപ്പാ ഇനി എനിക്ക് നടക്കാൻ പറ്റുമോ? ഇനി എനിക്ക് ശുശ്രൂഷയുണ്ടോ? ഇനി ഒരു പഴയ ജീവിതം എനിക്കുണ്ടോ? അതേ പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ഇരുന്ന് കരയുമ്പോഴും അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ എന്നെ ആശ്വസിപ്പിച്ചു. ഏലിയാവ് പറഞ്ഞില്ലേ, മതി ഇപ്പോ എന്നെ എടുത്തോ. പക്ഷേ അവിടെയും ദൈവത്തിന്റെ ദൂതൻ വന്നു. ആമീൻ, കടലിൽ ചുട്ടാടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്തു. അവനെ ബലപ്പെടുത്തി, ദീർഘദൂരം നിനക്ക് സഞ്ചരിക്കാനുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ കരയുമ്പോൾ എന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം നടക്കാൻ എനിക്ക് ത്രാണിയില്ല, ശക്തിയില്ല, കാലുകൾ വേദനയാ, കൈകാല് ശരീരം മൊത്തം വേദനയാ. പ്രിയമുള്ളവരെ, എന്നവരാരുമില്ല. എല്ലാവരും പറഞ്ഞ ആമവാദമാ, ഇനി രക്ഷപ്പെടത്തില്ല, ഹല്ലേലൂയ, ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇതിൽ നിന്നവർ, ഞാൻ കൈത്താങ്ങിയവരൊക്കെ മാറിപ്പോയപ്പോൾ 4 ചുവരുകൾക്കകത്ത് ഞങ്ങൾ മാത്രമായി, ഞങ്ങൾ 4 പേരും, എനിക്ക് 2 കുഞ്ഞുങ്ങളാ. പ്രിയമുള്ളവരെ, ആമിനാമേ, ഈ രോഗം ഞാൻ വഹിക്കുമ്പോഴും, ശരീരത്തിൽ അതികഠിനമായ വേദന വഹിക്കുമ്പോഴും കഴിക്കാൻ എനിക്കില്ല. പേരയ്ക്ക മാത്രം നിന്ന് വയറു നിറച്ചു, കരിക്ക് മാത്രം നിന്ന് വയറു നിറച്ചു, വിളയാത്ത ചക്ക മാത്രം നിന്ന് വയറു നിറച്ചു. അപ്പോഴും എന്റെ ക്രിസ്തുവിന്റെ സ്നേഹം കുറഞ്ഞു പോയില്ല. കാരണം പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാ കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, നഗ്നതയ്ക്കോ, ആപത്തിനോ, വാളിനോ, വരാനുള്ളതിനോ, ഉയരത്തിനോ, താഴ്ചകൾക്കോ, ദൂതന്മാർക്കോ ഇവയ്ക്കൊന്നും സാധ്യമല്ല. എന്തുകൊണ്ടെന്നറിയാമോ? പൗലോസ് പറഞ്ഞു, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനോ. ഞങ്ങളിൽ മരണം വ്യാപരിച്ചെങ്കിലേ അത് അനേകവർക്ക് ജീവനാകത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഹല്ലേലൂയ, വളരെ ഞാൻ ചുരുക്കിയാ പറയുന്നത്. കഠിന ശോധനകൾ. 2 സെൻട്രൽ പാസ്റ്റർമാർ വന്നിട്ട്, ക്രിസ്തി സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. എനിക്കൊരു പ്രത്യേകത എന്റെ അപ്പൻ തന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എത്ര കഠിന വിഷയമാണെങ്കിലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്ക് ഹല്ലേലൂയ, എനിക്കൊരു കാര്യമുണ്ട്. ഈ ആമേൻ, നമ്മൾ ഒരിക്കലും കള്ളപ്പണി ചെയ്യരുത്, അല്ലേ? ചെയ്താൽ അത് സത്യസന്ധവും പരമാർത്ഥവുമായിരിക്കണം. അതുപോലെയാണ് കർത്താവിന്റെ വേല. ചെയ്താൽ നമ്മളത് പരമാർത്ഥമായി, കാരണം നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കുമെന്ന്, അല്ലേ? അങ്ങനെ ദൈവവചനം പറയുന്നത്. അപ്പോ സെൻട്രൽ പാസ്റ്റർമാര് പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അവര് പറഞ്ഞു, അനേകവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേകവരുടെ പോരാട്ടം എല്ലാം കൂടെ എന്നെ അടിച്ചിട്ടേക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല.
നിങ്ങളത് ഓർക്കണേ. സെൻട്രൽ പാസ്റ്റർ പറയുമ്പോ ആർക്കാ പിടിച്ചിരിക്കാൻ പറ്റുന്നത്? ഞാൻ വിചാരിച്ചു സെൻട്രൽ പാസ്റ്റർ അല്ല എന്നെ വീണ്ടെടുത്തേ, എന്റെ അപ്പായ എന്നെ വീണ്ടെടുത്തേ. കാരണം അവന്റെ രക്തം തന്ന, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് അവന്റെ ചോരയുടെ വിലയാ. അങ്ങനെയെങ്കിൽ അവൻ കാൽവരിയിൽ ഒരു കുറ്റവും ചെയ്യാതെ അവന്റെ ശരീരം, ആ ശരീരത്തിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ ആ രക്തമാണ് നാശത്തിൽ നിന്ന് ജീവനിലേക്കും, ആമേൻ ആമേൻ, മരണത്തിൽ നിന്ന് ജീവനിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, സാത്താനിക സാമ്രാജ്യത്തിൽ നിന്ന് നിത്യതയിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തിയത് ആ സ്നേഹമല്ലേ പ്രിയമുള്ളവരെ? കൂടെ നിൽക്കേണ്ടവർ കൂടെ നിന്നില്ലേലും, പ്രയർ സപ്പോർട്ട് കിട്ടിയില്ലേലും, ആരാശ്വാസമില്ലേലും, നോക്കല്ലേ ഈ ഭൂമിയിലേക്ക്, നോക്കിക്കോണം ഉയരങ്ങളിലേക്ക്. ആമേൻ ഹല്ലേലൂയ. ചില ആമേൻ ദീർഘ സമയങ്ങൾ നമ്മൾ അതിലൂടെ പോയാലും നമ്മൾ പുറത്തു വരും. ഒരു ആമേൻ ഒന്ന് സ്തുതിക്കാമോ? പുറത്തു വരും, പുറത്തു വരും. ചിലർ പുറത്തു വരട്ടെ. ചിലർ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾക്ക് അകത്തുന്നത്, ചില പ്രതിസന്ധികൾക്ക് അകത്തുന്നത്, ചില രോഗങ്ങൾക്ക് അകത്തുനിന്ന് ഓ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഞാൻ വേഗം പറഞ്ഞു പോകാം, സമയം ഏതാണ്ട് തീരാറായി. ആമേൻ സ്തോത്രം പ്രിയമുള്ളവരെ. അത് കഴിഞ്ഞ് ആമേൻ പട്ടിണി വന്നെങ്കിലും, ഒറ്റപ്പെടല് വന്നെങ്കിലും, കണ്ണുനീരിന്റെ താഴ്വര വന്നെങ്കിലും അടുത്തൊരു ലെവലിലേക്ക് കയറ്റി. സിസ്റ്ററെ 2.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കേൾക്കണമോ? ഇന്നേക്ക് 3.5 മാസത്തിന് മുമ്പ് 5 പ്രാവശ്യം ഞാൻ വീണ്ടും മരണത്തിലൂടെ പോയി. അങ്ങനെ 30 പ്രാവശ്യം മരണത്തെ ജയിച്ചൊരു വ്യക്തിയാ ഞാൻ. ഹല്ലേലൂയ. എന്റെ ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ എന്റെ ചികിത്സയിൽ നിങ്ങൾ അത്ഭുതമേറിയൊരു വ്യക്തിയാ. ഡോക്ടർ പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ, മരണത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലത് തെളിയിച്ചൊരു വ്യക്തിയാ നിങ്ങൾ. ഞാൻ പറഞ്ഞു, ആമേൻ ഡോക്ടർ, എന്റെ യേശു മരണത്തെ ജയിച്ചത് കൊണ്ട് ഞാൻ ആമേൻ ജയിക്കും. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വരെ എന്തൊക്കെ രോഗങ്ങളിലൂടെ, എന്തൊക്കെ പ്രതിസന്ധിയിലൂടെ ഞാൻ പോയാലും കർത്താവ് അനുവദിച്ച സമയം വരെ എന്റെ പ്രാണനെ ഒന്നും തൊടാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കേൾക്കണമോ? ഇപ്പോൾ 1.25 വർഷമായി ഞാൻ മെഡിസിൻ എടുത്തിട്ട്. കൃപയാൽ 2 മാസം കൂടെ കഴിഞ്ഞാൽ 2 വർഷമാകും. ആമവാദം എന്ന രോഗത്തിന് മെഡിസിൻ എടുക്കാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ കൃപയാൽ എന്റെ അപ്പൻ എന്നെ നിർത്തിയിരിക്കുന്നു. ഡോക്ടർ പറയുന്നത് ഞാൻ തമാശ പറയുന്നെന്ന, കാരണം അവര് പഠിച്ച വൈദ്യശാസ്ത്രം വെച്ച് മെഡിസിൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയണമോ, ഈ 1.25 വർഷവും അവന്റെ കരങ്ങളിൽ എന്നെ വഹിച്ചു. എന്നാൽ ആമവാദത്തിന്റെ ബുദ്ധിമുട്ടില്ലെന്നല്ല, ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ പൗലോസിന് കൃപ കൊടുത്തതുപോലെ ചിലത് മാറ്റത്തില്ല കേട്ടോ ദൈവം, പക്ഷെ അത് വഹിപ്പാൻ, അതിൽ നിലനിൽപ്പാൻ അപ്പൻ നിനക്ക് കൃപ തരും, കൃപ തരും, കൃപ തരും. അതേ പ്രിയമുള്ളവരെ, 1.25 വർഷവും ദൈവം എന്നെ നടത്തി. 5 വർഷം 5 പ്രാവശ്യം വീണ്ടും ഞാൻ മരണത്തിലൂടെ പോയി. 2 പ്രാവശ്യം എന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. അതികഠിനമായ വയറുവേദന, എൻഡോസ്കോപ്പി ചെയ്തു, സ്കാൻ ചെയ്തു. അവൻ ഒരു കുഴപ്പവുമില്ല. ആംബുലൻസിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പിശാചേ, ഈ ആംബുലൻസിൽ കിടക്കുന്നത് ഇതെന്റെ വേദികളാണ്, ഞാനിവിടെ തളരത്തില്ല. പൗലോസ് പറഞ്ഞു, മരിക്കുന്നത് എനിക്ക് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു. മരണം കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുന്നില്ല, മരണം കൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നത് കൊണ്ട് ഇതിലും ഞാൻ തളരത്തില്ല. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, വിശ്വാസം ഞാൻ പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് ഞാൻ കയറിപ്പോന്നു. 30 പ്രാവശ്യവും മരണത്തെ ജയിച്ചു. 30ാമത്തെ പ്രാവശ്യം ഞാൻ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ ഡെങ്കിപ്പനിയായി കാരണം എനിക്ക് പ്രതിരോധ ശേഷി കുറവാണ്. ഹല്ലേലൂയ. മരണത്തോട് ഞാൻ മല്ലിട്ടു. പ്രിയ സിസ്റ്ററെ കേൾക്കണമോ? ശരീരം ഇങ്ങനെ ആടുകയാണ്, നിൽക്കാൻ എനിക്ക് കഴിയില്ല. ലൂസ് മോഷൻ ഒരു സൈഡ്, യൂറിൻ തുടരെ പാസ് ചെയ്യാണ്. ഭക്ഷണം കഴിച്ചാൽ വോമിറ്റിങ്, പ്രതിരോധ ശേഷി വേറെ കുറവായിരിക്കുന്നത് വേറൊരു ഭാഗം. മെഡിസിൻ ഇഷ്ടം പോലെ തരികയാണ്, ഡോക്ടർമാർ വിട്ടുമാറാതെ നിൽക്കുകയാണ്. എനിക്കൊരു കുറവുമില്ല. ഞാൻ വളരെ എന്റെ അപ്പയോട് പറഞ്ഞപ്പോ, എനിക്ക് ഇനി ശുശ്രൂഷയുണ്ടോ, ഉണ്ടെങ്കിൽ എന്നെ വെച്ചേക്ക്, അല്ലെങ്കിൽ എന്നെ എടുത്തേക്ക്, എനിക്ക് പറ്റുന്നില്ല ഈ ശരീരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, അവസാന നിമിഷം ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ എന്റെ വസ്ത്രം ധരിപ്പിക്കുന്നതല്ല എന്റെ സന്തോഷാനാണ്.
രാമവാദം വന്നപ്പോഴും എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ ഞാൻ ദൈവം തന്നെ എന്നെ പൊന്നുപോലെ നോക്കി. ഹല്ലേലൂയ. ഒരു പിറുപിറുപ്പും കൂടാതെ എന്റെ എല്ലാ ശുശ്രൂഷകളും എന്റെ ഹസ്ബൻഡ് ചെയ്തു. അതെന്റെ കണ്ണുനീരിന്റെ ഫലമായിരുന്നു. എന്റെ സന്തോഷിച്ചാണ് ദൈവം എനിക്ക് തന്നത്. അതേ പ്രിയമുള്ളവരെ, ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഹല്ലേലൂയ, ഈ തുണി എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ആടുകയാണ്. ഞാൻ ആ ഭിത്തിയിൽ പിടിച്ചിട്ട്, ബാത്റൂമിന്റെ ഭിത്തിയിൽ പിടിച്ചിട്ട് ഞാൻ കരഞ്ഞ എന്റെ കണ്ണുനീര് ധാരധാരയാ ബാത്റൂമിനകത്ത് വീണു. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പാ, ശുശ്രൂഷ തകഞ്ഞില്ലെങ്കിൽ എന്നെ, ആമേൻ, തകഞ്ഞെങ്കിൽ എന്നെ എടുത്തോ, ഇല്ലെങ്കിൽ ഹല്ലേലൂയ എനിക്ക് ഇനി വയ്യപ്പാ. എന്റെ ശരീരം പ്രിയമുള്ളവരെ പാണ്ടിലോറി കേറി ഇറങ്ങുന്നത് പോലെ കേറി ഇറങ്ങിയ ശരീരം. എല്ലാം പറയാൻ സമയമില്ല. നിങ്ങൾ ഇന്ന് മൊത്തം കരയും. അതൊക്കെ പറഞ്ഞാൽ സമയമില്ലാത്തത് കാരണം ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. അതേ പ്രിയമുള്ളവരെ, ആ കരച്ചിൽ എന്റെ അപ്പ കണ്ടു. ആമേൻ. അടുത്ത് പ്രാവശ്യം ഞാൻ ബെഡിൽ വന്ന് കിടന്നു. ആമേൻ, സ്തോത്രം. പിന്നീട് ഞാൻ ഒരു മയക്കത്തിലേക്ക് പോയി. എഴുന്നേറ്റപ്പോൾ എന്തോ ഒരു വ്യത്യാസം എന്റെ ശരീരത്തിൽ അനുഭവിച്ചു. ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടെ കിടക്കണ്ട, വിട്ടോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കേൾക്കണമോ? അത്രയും കഠിനമായ സ്റ്റേജിനെ എന്തുകൊണ്ടെന്നറിയാമോ? വിളി വലുതാണെങ്കിലേ, അഭിഷേകം വലുതാണെങ്കിലേ, ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ, ആർക്കുമില്ലാത്ത വേദനയിലൂടെ നാം കടന്നു പോകേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വിളി വലുതായത് കൊണ്ടാ. ഓ ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും മറ്റാർക്കുമില്ലല്ലോ, എന്തുകൊണ്ട് എനിക്കിത്രേ? അത് ദൈവത്തിന് നിന്നോടുള്ള സ്നേഹമാ, ക്രിസ്തുവിനോടുള്ള ഇഷ്ടമാണ്. ഏതെങ്കിലും ശോധനകൾക്കകത്തൂടെ പോകുന്നെങ്കിൽ, ആമേൻ, ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വേദനയ്ക്കകത്തൂടെ പോകുന്നെങ്കിൽ, അപ്പന് നിന്നോടുള്ള ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, ഡിസ്ചാർജായി വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഞാനൊരു വെള്ളം എടുത്ത് കുടിക്കാൻ എനിക്ക് ത്രാണിയില്ല. കാരണം അത്രമാത്രം ബലഹീനത. എന്റെ ആമേൻ ബ്ലഡ് കുറഞ്ഞു. 4 കുപ്പി ബ്ലഡാണ് എന്റെ ശരീരത്തിൽ കയറ്റിയത്. പ്ലാറ്റിലെറ്റ് കുറഞ്ഞു. ആമേൻ, സ്തോത്രം. താണുകൊണ്ടേയിരിക്കുവാണ്. ആമേൻ, തിരിച്ചു കിട്ടുമെന്ന് പോലും ഒരു ആമേൻ പ്രതീക്ഷയില്ലാതിരിക്കുന്ന സമയം പൂർവാധികം ശക്തിയോടെ ഞാൻ പുറത്തു വന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? അവിടെയും ഹോസ്പിറ്റലിൽ എന്റെ തൊട്ടടുത്ത് കിടന്ന പ്രൊഫസറോട് ഞാൻ സുവിശേഷം പറഞ്ഞു. പ്രൊഫസർ എന്റെ അച്ഛനോട് പറഞ്ഞു, പാസ്റ്ററേ, നിങ്ങളുടെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയല്ല. അവരുടെ മേലൊരു കൃപയുണ്ട്. എനിക്കത് കാണാൻ കഴിഞ്ഞു. അവരുടെ മേലൊരു പ്രകാശമുണ്ട്. ഇതിൽ നിന്നൊക്കെ അവര് ഈസിയായി കയറിപ്പോകും. അതൊരു ഹല്ലേലൂയ, ആമേൻ, മർത്തോമാ, ആമേൻ, ആമേൻ, വിശ്വാസിയായിരുന്ന ഒരു പ്രൊഫസർ ആയിരുന്നു. അവിടെയും ആ മരണക്കിടക്കയിലും എന്റെ ശരീരം ബലഹീനമായിരിക്കുമ്പോൾ ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ബലഹീനമായിരിക്കുമ്പോൾ നീ അവനെ കുറിച്ച് വർണ്ണിക്കണം, അവനെ കുറിച്ച് നീ സ്തുതിക്കണം, നീ അവനെ ആരാധിക്കണം. അവിടെയാണ് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് അവൻ നിന്നെ തിരിക്കുന്നത്. ഇത് അടുത്തൊരു കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ എന്റെ വാക്കിനെ അവസാനം, ഇത് അനേവർക്കൊരു ബലമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ ഒരു ബലമില്ലാതെ കട്ടിലൊന്ന് എഴുന്നേറ്റിരിക്കാൻ ഡോക്ടർ പറഞ്ഞത് 2 മാസത്തെ റെസ്റ്റാണ്. 2 മാസത്തെ റെസ്റ്റ് ഒന്നും ഞാൻ എടുത്തില്ല. എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ പിറ്റേ ദിവസം കേൾക്കുമ്പോൾ എന്റെ അപ്പുറത്തെ റൂമിൽ എന്തോ ഒരു ബഹളം കേൾക്കുന്നു. ഒരു ചേച്ചി അവിടെ വീട്ടിൽ ജോലിക്കുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് അവിടെ ബഹളം? അപ്പൊ പറഞ്ഞു, പാസ്റ്ററിന് വയ്യ എന്ന് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന് വയ്യ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ആമേൻ, അവരെന്നെ മറച്ചു വെച്ചു. എന്നാൽ ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ എനിക്കറിയാം. ആമേൻ, കാരണം ബിലീവേഴ്സിൽ നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്കായി. അതുകൊണ്ട് സന്തോഷിച്ചാൽ ഹോസ്പിറ്റലിൽ പോകുന്ന എനിക്കറിയാം. പോകത്തില്ലെന്ന് എനിക്കൊരു ബുദ്ധി വന്നു. നേരെ ചെന്ന് ആമേൻ വണ്ടിക്കാരനെ വിളിക്കുക. ഞാൻ വിളിച്ചു, അച്ഛാ വേഗം ഒന്ന് വരണം, എന്നെ സന്തോഷിച്ചാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, പോയി കഴിയുമ്പോൾ ഞാൻ കട്ടിലിൽ ചലനമറ്റ ശരീരമായി കിടക്കുമ്പോൾ എന്റെ അകത്തൊരു വലിയ ഭാരമുണ്ടായി. കർത്താവേ, എന്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും വലിയ താങ്ങായി എന്റെ സന്തോഷായി. ആമേൻ, എന്റെ ശുശ്രൂഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എനിക്കിത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാ കർത്താവേ. ഞാൻ എത്രയോ കഠിന ശോധന, എത്രയോ പ്രതിബന്ധങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടും നിന്നെ വിട്ടു മാറിയില്ലല്ലോ അപ്പ. എനിക്ക് നിന്നെ വിട്ടു പോകാൻ കഴിയില്ലപ്പ. നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചേ. അന്ന് ഞങ്ങൾ റാന്നിയില്ല. അന്ന് ഞങ്ങൾക്ക് ആരും അവിടെ എന്തുമില്ല, സ്വന്തക്കാരിൽ ആരുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ കരയുമ്പോൾ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. കട്ടിലിൽ നിന്ന് നേരെ പൊക്കി താഴെ ഒരു പായിട്ട് പ്രാർത്ഥിക്കാനിരുത്തി. ആ പ്രാർത്ഥനയിൽ ദൈവം എന്നെ ബലപ്പെടുത്തി. ആ പ്രാർത്ഥനയിൽ ദൈവം എന്നെ ശക്തീകരിച്ചു.
സന്തോഷിച്ച വിളിച്ചു പറഞ്ഞു, ബീന എനിക്ക് സ്റ്റോക്കാണ് തലയിൽ. ഹല്ലേലൂയ. ഒരു ഞരം എന്ത് ചെയ്തു? ബ്ലഡ് കോട്ടായി പോയി. ഓ, കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന പ്രിയമുള്ളവരെ. ആമീൻ. രണ്ടാമത്തെ കുഞ്ഞ് +2 പഠിക്കുന്നു, മോൻ ബാംഗ്ലൂര് ആമീൻ ചെറിയൊരു ജോലിയിലായിരിക്കുന്നു. എന്തു ചെയ്യും? എനിക്കറിയില്ല എന്തു ചെയ്യണമെന്ന്. ഞാൻ കരഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ ആത്മാവ് ബലപ്പെടുത്തി. ആമേൻ. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. സന്തോഷിച്ചാൻ തിരിച്ചു വരുമ്പോ ഞാനാണ് വീട്ടിന്റെ സ്റ്റെപ്പ് പിടിച്ച് അകത്തേക്ക് കയറ്റിയത്. ഒരു ദിവസം മാത്രമേ ഞാൻ കുളിപ്പിച്ചുള്ളൂ, ഒരു ദിവസം മാത്രമേ ഞാൻ സോപ്പ് തേച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, ബലഹീനയാപ്പ, അങ്ങറിയാതെ ആരാ ഞങ്ങളെ അറിയുന്നേ? ആമേൻ. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം സന്ധ്യ മുതൽ ഏതാണ്ട് 12 മണി വരെ ഞാൻ നോക്കുമ്പോൾ ജനലിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. യൂറിൻ പാസ് ചെയ്യാൻ താൻ വളരെ ബന്ധപ്പെടുകയാണ്. എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ശരീരം ആമൻ അതിന് വഴങ്ങുന്നില്ല. ആമൻ ബലഹീനമായി. ആമൻ കൈ കുഴഞ്ഞു പോയി. ആമൻ കാലി ബലഹീനമായി. സംസാരം തിരിഞ്ഞ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കേൾക്കണമോ? ആമേൻ. സ്തോത്രം. അതെന്റെ ഹൃദയത്തെ വല്ലാണ്ട് വേദനിപ്പിച്ചു. എന്റെ ഹൃദയത്തെ അത് വല്ലാതെ തകർത്തു. ഞാൻ എന്റെ അച്ചായന്റെ വയറ്റിന്റെ പുറത്ത് കിടന്ന് ഏതാണ്ട് സന്ധ്യ മുതൽ 12 മണി വരെ കരഞ്ഞു. എന്റെ കണ്ണുനീർത്തുള്ളികൾ എന്റെ സന്തോഷിച്ചാന്റെ വയറ്റിലൂടെ ഇങ്ങനെ ഒഴുകി അത് കട്ടിലിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. അത്രയും സമയം കരയാന്ന് പറഞ്ഞാൽ ദാവീദ് പറഞ്ഞില്ലേ, ബലമില്ലാതാകോളം കരഞ്ഞെന്ന. ഞാനും അങ്ങനെ കരഞ്ഞു. പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ടവനെ എനിക്ക് മടക്കി വേണം, എനിക്ക് ദൈവരാജ്യത്തിനായി ഓടണം, കർത്താവെ ഒന്ന് പ്രവർത്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം എന്റെ അരികിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഭാരപ്പെടണ്ട, ഇത് ഞാൻ ഒരു അത്ഭുതമാക്കി മാറ്റും. സ്റ്റോക്ക് വന്നൊരു മനുഷ്യനെന്ന് പോലും പറയാത്ത വിധത്തിൽ ഞാൻ നിനക്ക് വിടുവിച്ച് തരുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയണമോ, അതിന്റെ പിറ്റേ ദിവസം വാക്കർ ഉപയോഗിച്ച് നടന്ന എന്റെ സന്തോഷിച്ചാൻ വാക്കർ മാറ്റി നടക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിച്ചു. എന്റെ ദൈവം അത്ഭുതവാൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണമോ? കഴിഞ്ഞ ദിവസങ്ങൾ ചിലരുടെ മരണത്തെ അഴിക്കാൻ എന്റെ അപ്പൻ എനിക്ക് കൃപ തന്നു. USA-ലുള്ളൊരു ആന്റിക്ക് ആമവാദം എന്ന രോഗത്തെ ഒറ്റ വാക്കിനാൽ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ച്. മറ്റുള്ളവരുടെ വേദന അറിയണമെങ്കിലേ, മറ്റുള്ളവരുടെ രോഗത്തിന്റെ അവസ്ഥ അറിയണമെങ്കിലേ നാം അതിലൂടെ പോകണം. എങ്കിലേ അഹങ്കരിക്കാതെ നെകളിക്കാതെ തന്ന ശുശ്രൂഷ വളരെ വിലയേറിയതായി കണ്ട് അതുപോലെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, മനസ്സ് വേണം മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇടിവെഴുന്നേൽക്കാം. ഒന്ന് സ്തുതിച്ചേ. ആമേൻ. എനിക്കറിയാം ഭയങ്കര ഒഴുക്ക, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. സിസ്റ്റർ തന്ന സമയം കഴിഞ്ഞു, ഞാൻ വേഗം നിർത്തിക്കോളാം. ആമേൻ. ഒരു വാക്കുകൂടെ പറഞ്ഞു. പ്രിയമുള്ളവര്, ഈ ബാങ്കിൽ പോയപ്പോ ATM-ന്റെ കാർട്ടും അവിടെ മറന്നു വെച്ചിട്ട് വന്നു. അതുകൊണ്ട് ആ വണ്ടിയിലെ അച്ചായനെ വിളിച്ച് പോകാൻ. അച്ചാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ സന്തോഷിച്ച് നടക്കുകയാണ്. എന്നോട് ചോദിച്ചു, ബീനാൻറ്റി ഇതൊന്നും മറിമായമാണോ? ഞാൻ ഇന്നലെ കണ്ടൊരു വ്യക്തി അല്ലല്ലോ. ഞാൻ പറഞ്ഞു, അച്ഛാ, ഇതാ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മരിച്ച ലാസറിനെ, നാറ്റം വെച്ചവനെ, 4 ദിവസമായതിനെ മാർത്തയോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആരുടെ ആത്മാ പറയുന്നു, നീ വിശ്വസിച്ചാൽ എത്ര കഠിനമാണെങ്കിലും ദൈവം പുറത്തു കൊണ്ടുവരും, ദൈവം വിടുവിച്ച് തരും. നീ വിശ്വസിച്ചാൽ മാത്രം മതി. രോഗത്തിന്റെ കാഠിന്യതയെ നീ നോക്കണ്ട, അവസ്ഥയെ നീ നോക്കണ്ട. നീ വിശ്വസിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവം അത് ചെയ്യും. ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിൽ ചില മിറക്കിളുകൾ വെളിപ്പെടട്ടെ. ചിലരുടെ ശരീരത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, റാന്നിയിൽ ഒരു അത്ഭുതമായി മാറി. ഒരാഴ്ച കൊണ്ട് ക്രിസ്തി സിസ്റ്ററെ എന്റെ അച്ചായനെ എഴുന്നേൽപ്പിച്ചു. എല്ലാ ജോലിയും ചെയ്യും. ആമേൻ. നന്നായിട്ട് സംസാരിക്കും, പ്രസംഗിക്കും, പാടും, എല്ലായിടവും യാത്ര ചെയ്യും. സ്റ്റോക്ക് വന്നൊരു മനുഷ്യനെന്ന് പോലും പറയത്തില്ല. നമ്മുടെ പ്രതിസന്ധികൾ ദൈവത്തിന്റെ അവസരങ്ങളാ. ദൈവം ഒന്ന് കാണാതെ ഒന്നും ചെയ്യത്തില്ല. അത് ഒരു സാക്ഷ്യമായി മാറാൻ ദൈവം നിന്നെ സഹായിക്കും. പറയട്ടെ, ഒരു അത്ഭുതമാക്കി സന്തോഷം
ചോദിച്ചാനെ മാറ്റി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? കണ്ണുനീരിന് മറുപടി. വചനം ഞാൻ ഫിനിഷ് ചെയ്യുന്നില്ല, സമയമില്ല. കാരണം എനിക്കൊരു പരിധിയുണ്ട്. സിസ്റ്റർ പറഞ്ഞ വാക്കിനെ ഞാൻ മാനിക്കണം, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, അത് ഹല്ലേലൂയ 30 പ്രാവശ്യത്തെ ഞാൻ ഇതൊക്കെ ചുരുക്കിയാ പറഞ്ഞത്. ആമേൻ, അത്രമാത്രം അവസ്ഥയിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇന്ന് ഞങ്ങൾ ഓദര എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മഹത്വകരമായ ശുശ്രൂഷകൾ ദൈവം എന്നെ അയക്കുന്നിടത്ത്, ആമേൻ ഹല്ലേലൂയ, ക്ഷണിക്കുന്നിടത്ത് ചെയ്യാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന വളരെ ഫലപ്രദവും വളരെ ശക്തവുമാണ്. എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. എന്റെ അനുഭവം കൂടെ ചേർത്ത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞ ഓരോ വേടുകൾ, പ്രാർത്ഥിക്കുന്നവൻ ഒരു അനുഗ്രഹമാണ്, പ്രാർത്ഥിക്കുന്നവൻ ബലമുള്ള ഗോപുരമാണ്, പ്രാർത്ഥിക്കുന്നവൻ ഒരു വെളിച്ചമാണ്, പ്രാർത്ഥിക്കുന്നവന് ചുറ്റും ഒരു വേലിയുണ്ട്. രോഗമായാലും ഏത് സാഹചര്യമായാലും അതിൽ നിന്ന് ദൈവം വിടുവിച്ച് ആമേൻ പുറത്ത് കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, റിബന റഗന 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 2 മാസം റെസ്റ്റ് പറഞ്ഞെങ്കിലോ ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവം എന്നെയും എഴുന്നേൽപ്പിച്ചു. അതെ, അനേകവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അനേകവർക്ക് ആശ്വാസമാകാൻ ഇന്ന് രാത്രി കാലം പ്രിയ ദൈവജനമേ, കേട്ട ദൈവം എനിക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം പകർന്നെന്ന്, നിങ്ങളുടെ ഹൃദയത്തെ ക്രിയ ചെയ്തെന്ന്, നിങ്ങളെ ബലപ്പെടുത്തിയെന്ന്. ഏതൊക്കെയോ മേഖലകളിൽ വേദനയോടെ ഇരുന്നവരെ, ഭാരത്തോടെ ഇരുന്നവരെ ദൈവം ഈ സാക്ഷ്യത്താൽ ബലപ്പെടുത്തിയെന്ന് എനിക്കറിയാം. അതിന് ഒരിക്കലും നമ്മൾ ഊടായ്പ് കാണിക്കരുത്. നമ്മൾ സത്യസന്ധരായിരിക്കണം. മനുഷ്യന്റെ മുമ്പിലല്ല നമ്മുടെ ഭക്തി, ദൈവത്തിന്റെ മുമ്പിലാ. അത് നിർമ്മലമാണെങ്കിൽ തീർച്ചയായും നിന്റെ പരാജയത്തെ മാറ്റി ദൈവം പുറത്തേക്ക് കൊണ്ടുവരും. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ നന്ദി പറയുകയാണ്. കർത്താവേ, പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴമേഘങ്ങൾ അടഞ്ഞു. അവൻ ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലോ ഈ ദൈവജനത്തിന്മേൽ പ്രാർത്ഥിക്കുവാൻ, ആഴങ്ങളിലേക്ക് പ്രാർത്ഥിക്കുവാൻ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ, അർദ്ധരാത്രി പ്രാർത്ഥിക്കുവാൻ, പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ, ഏതു സമയവും പ്രാർത്ഥിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, അവൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ഒരു anointing-നെ ഈ ജനത്തിന്മേൽ ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയുടെ രീതി മാറട്ടെ. അവരുടെ ഇന്ന് മുതൽ ഇന്നലെ വരെ അവർ അരമണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് തൊട്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു തലം. ഇവരായിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇവർ പുറത്തു വരട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അവൻ ചില വിടുതലുകളെ ഞാൻ റിലീസ് ചെയ്യുന്നു. ചില രോഗങ്ങൾ, ചില മനപീഡകള്, ചില മനോവേദനകള്, ചില ദുഃഖങ്ങള്, ചില നിരാശകള് ഇപ്പോൾ ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു സിസ്റ്ററിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താൻ പ്രത്യേകമായ ഒരു ദൈവിക പദ്ധതിക്കകത്തുള്ളവളാ. എന്നാൽ തന്നെ വേദനിപ്പിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ തനിക്കുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തന്റെ സാഹചര്യങ്ങൾക്കകത്തു നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരണം. തന്നെ നന്നായി ദൈവത്തിനായി പ്രയോജനപ്പെടുത്തണം. തന്റെ ഹസ്ബൻഡിനെ, തന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി നിറഞ്ഞ മനസ്സോടെ, ആത്മാർത്ഥതയോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ചില വിഷയങ്ങളുടെ മേൽ ദൈവ പ്രവർത്തി വെളിപ്പെടട്ടെ. ക്രിസ്തുവിന്റെ ചില വിഷയങ്ങൾക്കും നീക്കങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോ ആ ദൈവകരം തന്റെ മേൽ പതിയട്ടെ. ആ ദൈവകരം തന്റെ മേൽ പതിയട്ടെ. തലമുറകളുടെ മേൽ പതിയട്ടെ. ഹസ്ബൻഡിന്റെ മേൽ പതിയട്ടെ. ഫൈനാൻസ് മേഖലയിൽ പതിയട്ടെ. തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കകത്ത് ഇതിനകത്തായിരിക്കുന്ന സകല ദൈവജനം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയപ്പ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയപ്പ. നിലനിർത്തണമേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരെ പ്രാർത്ഥനയുടെ മറുപടി നൽകി കൊടുക്കണമേ. ദൈവകരത്തിൽ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം ചെയ്തിരിക്കാനുള്ള സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം